എന്നെ പരിചയപ്പെടുത്തി. പേര് ഡോക്ടർ രാജൻ. പ്രകൃതി ജീവനം എന്ന മേഖലയിൽ കഴിഞ്ഞ 18 വർഷമായി മരുന്നുകളില്ലാത്ത ഒരു ജീവിതശൈലിയെ പ്രൊമോട്ട് ചെയ്യുന്നു. ആരോഗ്യം എല്ലാവർക്കും വേണം, പണം എല്ലാവർക്കും വേണം. പണമുണ്ടെങ്കിൽ ആരോഗ്യം ഉണ്ടാക്കാൻ പറ്റില്ല, പക്ഷെ ആരോഗ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് പണം ഉണ്ടാക്കാം. പക്ഷെ ഇത് രണ്ടും ഒരുമിച്ച് തരുന്ന ഒരു പ്രസ്ഥാനത്തിലാണ് ഞാനും നിങ്ങളും ഇനി ഗ്രൂപ്പിലേക്ക് വരാൻ പോകുന്ന മുഴുവൻ ആളുകളും ഉള്ളത്. അപ്പോ ഇതിനെക്കുറിച്ച് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. യഥാർത്ഥ ആരോഗ്യത്തെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് എപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴാണ്. ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താണോ ഇല്ലാത്തത് അതിനെക്കുറിച്ച് നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ നല്ല ചൂടുള്ള സമയമാണ്, നമ്മളിപ്പോ തണുപ്പിനെ കുറിച്ച് ചിന്തിക്കും അല്ലെ. ഇപ്പൊ നമ്മൾ മഴയെ കുറിച്ച് ചിന്തിക്കും. നല്ല മഴ വന്നാലോ നമ്മൾ വെയിലിനെ കുറിച്ച് ചിന്തിക്കും. എപ്പോഴും ഇല്ലാത്തത് മാത്രം എപ്പോഴും ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ. ആർസിഎം എന്ന പ്രസ്ഥാനത്തിൽ ഞാൻ വന്നിട്ട് ഏകദേശം 17 വർഷം 2 മാസം. ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വരാൻ മൂർത്തി സാർ ഒരു കാരണക്കാരനായി. വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് വേണ്ടി നിർമ്മിച്ചതാണെന്ന്, ഈ പ്ലാറ്റ്ഫോം എനിക്ക് വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കി ഞാൻ അതിനെ വളരെ സീരിയസ് ആയിട്ട് പഠിച്ചു. എന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്നും പഠിക്കുന്നു. കൂടുതൽ പഠിക്കും തോറും ഒരു കാര്യം മനസ്സിലായി, ഇത് കൂടുതൽ പഠിച്ചാൽ നമ്മുടെ ലൈഫിനെ കുറച്ചുകൂടി ആനന്ദകരമാക്കാൻ, കുറച്ചുകൂടി സന്തോഷകരമാക്കാൻ എന്ന് മനസ്സിലായി. ഈ സന്തോഷം കിട്ടാൻ പല വഴികളുണ്ട്. പ്രധാനമായി 2 വഴികൾ. ഒന്ന് ഹെൽത്ത്, 2 വെൽത്ത്. ഇത് രണ്ടും ഒരുമിച്ച് കിട്ടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങി. ആ സമയത്താണ് പ്രകൃതി ജീവനമാണ് യോഗ എന്ന് പറഞ്ഞ മേഖലയെ പരിചയപ്പെട്ടപ്പോൾ അതും ഇതും കൂടി മെർജ് ചെയ്ത്, മിക്സ് ചെയ്തിട്ട്, കമ്പൈൻ ചെയ്തിട്ട് ഹൗ ടു ലീവ് വിതൗട്ട് മെഡിസിൻ എന്ന് പറഞ്ഞ ഒരു ആശയത്തെ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ഇന്ന് കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലും ധാരാളം ആളുകൾ മരുന്നുകൾ ഇല്ലാത്തൊരു ജീവിതശൈലിയെ പ്രൊമോട്ട് ചെയ്യുന്നു. ഒരുപക്ഷെ ഇങ്ങനെ ഒരു കാര്യം ഒരു 40-50 വർഷം മുൻപാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം നല്ല വെള്ളം, നല്ല വായു, നല്ല ഭക്ഷണം, നല്ല ചിന്തകൾ എല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് ഇതൊന്നുമില്ല. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്. ആരോഗ്യ പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധി, അതുപോലെ തന്നെ സാമൂഹിക പ്രതിസന്ധി. ഇതിനെല്ലാം ഓവർകം ചെയ്യാൻ സഹായിക്കുന്ന മനോഹരമായ ഒരു പ്ലാറ്റ്ഫോമാണ് ആർസിഎം. ഇതിൽ വരാൻ സാധിച്ചത് എന്റെ ഭാഗ്യം, ഒരു പക്ഷേ നിങ്ങളുടെയും. അപ്പോ നമുക്ക് ആരോഗ്യത്തിന്റെ കുറച്ച് കാര്യങ്ങളിലേക്ക് കടക്കാം. കഴിഞ്ഞ ഒരു 10-17 വർഷമായിട്ട് വളരെ സജീവമായിട്ട് ചികിത്സാ മേഖലയിൽ, ചികിത്സയല്ല, എങ്ങനെ മരുന്നുകളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ആശയത്തെ പ്രചരിപ്പിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ധാരാളം രോഗികളുമായിട്ട് പരിചയപ്പെടാറുണ്ട്. ഇന്നും ഒരു 10-15ഓളം പേഷ്യൻസിനെ കണ്ടതിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് രോഗങ്ങൾ വരുന്നത്? ആ രോഗങ്ങൾ വരുന്നതിനെ നമുക്ക് എങ്ങനെ നാച്ചുറൽ ആയിട്ട് തടയാൻ പറ്റും? പ്രകൃതിയിൽ വളരുന്ന ജീവജാലങ്ങൾക്ക് രോഗങ്ങൾ വരാത്തതിന്റെ കാരണം അവ പ്രകൃതിയുമായിട്ട് ഇണങ്ങിക്കഴിയുന്നു. നമ്മൾ എപ്പോഴും പ്രകൃതിയുമായിട്ട് പിണങ്ങിക്കഴിയുന്നു. ഒരു 50 വർഷം മുൻപ് നമ്മുടെ നാട്ടിലുണ്ടായ രോഗങ്ങളല്ല ഇന്നുള്ളത്. എന്തുമാത്രം പുതിയ രോഗങ്ങളെ പേര് കേൾക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒറ്റ രോഗത്തെ കുറിച്ചാണ് ഞാൻ മനസ്സിലാക്കിയുള്ളൂ. ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയുന്നു. നമുക്ക് എന്താ ചെയ്യേണ്ടത്? പ്രതിരോധ ശേഷി കൂട്ടുക. അത് കൂട്ടാനുള്ള ഒരുപാട് വഴികളുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ് നല്ല ഭക്ഷണം കഴിക്കുക, നല്ല വാക്കുകൾ പറയുക, നല്ല വാക്കുകൾ കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക, നല്ല ചിന്തകൾ ഉണ്ടാക്കുക. ദാറ്റ്സ് ഓൾ, എവറിത്തിങ് ഗുഡ്. ആ ഗുഡ് എല്ലാ അർത്ഥത്തിലും നമുക്ക് ആർസിഎമ്മിലൂടെ കിട്ടും. അപ്പോ ഒരു രോഗി അടുത്ത് വരുന്ന സമയത്ത് ആദ്യം രോഗിയുടെ പാശ്ചാത്തലം നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം അവർ വരുന്ന പാശ്ചാത്തലമായിരിക്കും മിക്കവാറും അവരെ രോഗികളാക്കുക. എപ്പോഴും ടെൻഷൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ശരീരത്തിൽ ട്യൂമറുകൾ ഉണ്ടാവും. ആ ട്യൂമറുകൾ കൊണ്ടുവന്ന ഒരു പക്ഷേ ക്യാൻസർ ആവാം. ഞാൻ കണ്ടുവരുന്ന 100% ക്യാൻസർ പേഷ്യൻസിന്റെയും മനസ്സിൽ മാനസികമായിട്ട് ഒരുപാട് സമ്മർദ്ദങ്ങൾ അനുഭവിച്ച വ്യക്തികളായിരുന്നു. അല്ലാണ്ട് ഒരു രോഗവും ഓടിക്കേറി വരില്ല. നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വളരെ ഹയർ ലെവലിൽ നിൽക്കുകയാണെങ്കിൽ ക്യാൻസർ എന്നല്ല ഒരു രോഗവും നമ്മളെ ബാധിക്കില്ല. പക്ഷേ ക്യാൻസറിന്റെ സെല്ലുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കും. മറ്റ് പല രോഗങ്ങളുടെയും ബാക്ടീരിയയോ വൈറസോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാം. പക്ഷെ ഒന്നും നമ്മളെ ബാധിക്കില്ല, പ്രൊവൈഡഡ് നമ്മൾ മെന്റലി വളരെ അപ്പാണെങ്കിൽ. അപ്പൊ മെന്റലി വളരെ അപ്പാണെങ്കിൽ അതിന് അനുസരിച്ചുള്ള സാഹചര്യം നമുക്ക് കിട്ടണം. അതിന് ഏറ്റവും പറ്റിയ ഒരു സാഹചര്യമാണ്, ഒരു പ്ലാറ്റ്ഫോമാണ്, ഒരു ഗ്രൂപ്പാണ്, ഒരു പോസിറ്റീവ് കമ്മ്യൂണിറ്റിയാണ് ആർസിഎം. അത് മനസ്സിലാക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം തനിയെ സംഭവിക്കും. അപ്പോ ഒരു രോഗി അടുത്ത് വരുമ്പോൾ നമ്മൾ അവരുടെ പശ്ചാത്തലം അന്വേഷിക്കുന്നു. അവരുടെ ശരീരത്തിന് കുറച്ച് ശുദ്ധീകരണ പ്രവർത്തനങ്ങളുണ്ട്. അവർ നല്ലപോലെ വിയർക്കുന്നവരാണോ വിയർക്കാത്തവരാണോ? വിയർപ്പ് ഏറ്റവും നല്ലൊരു ശുദ്ധീകരണമാണ്. വിയർക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് വ്യായാമം ചെയ്യണം. വ്യായാമം പൊതുവെ ആളുകൾ ചെയ്യാറില്ല. ഒരു 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിൽ വ്യായാമം ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ അത് സാധാരണ ആരും കൈപ്പൊക്കാറില്ല. ഒരു 50 പേരുള്ള ഗ്രൂപ്പിൽ വ്യായാമം ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ ഒരു പക്ഷെ ഒരാൾ കൈപ്പൊക്കും. അപ്പൊ റേഷ്യോ എത്രയാണ്? 50-ൽ ഒരാൾ. ഈ വ്യായാമം ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ച് നമ്മുടെ സ്കൂൾ ക്ലാസ്സുകളിലും കോളേജ് തലത്തിലൊന്നും ആരും കമ്പൾസറി അല്ല. ആഴ്ചയിൽ ഒരു ദിവസം സ്കൂൾ ക്ലാസ്സുകളിൽ PT എന്ന് പറഞ്ഞൊരു പീരീഡ് ഉണ്ട് അല്ലെ, ഫിസിക്കൽ ട്രെയിനിങ്. പക്ഷെ ആ സമയത്ത് മറ്റു വല്ല പരിപാടികളായിരിക്കും.
അപ്പോൾ ആരോഗ്യത്തിന് ഒട്ടും പ്രാധാന്യം കൊടുക്കാത്തൊരു ജനതയാണ് നമ്മൾ. അവിടെ നമ്മൾ പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ അത് മുഴുവൻ നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് പരിതപിക്കേണ്ടി വരും, ഒരുപാട് കരയേണ്ടി വരും. അത് വരാതിരിക്കാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശുദ്ധീകരണമാണ് വിയർപ്പ്. വിയർക്കാത്ത ശരീരത്തെ പേടിക്കണം. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കിഡ്നി പേഷ്യൻസ് വരുന്നത് വിയർക്കാത്ത മനുഷ്യരുടെ രൂപത്തിലാണ്, അല്ലെ? നിങ്ങളൊരു സർവേ നടത്തുക, കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിൽ ഒരിക്കൽ പോലും വിയർക്കാത്ത മനുഷ്യരായിരിക്കും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന കിഡ്നി പേഷ്യൻസിൽ 90%. അപ്പൊ വിയർക്കുന്നത് നല്ലതാണ്. അപ്പൊ വിയർക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. വിയർക്കുമ്പോൾ മറ്റൊരു ഗുണം കൂടി ഉണ്ട്. ശരീരത്തിലെ ടോക്സിൻസ് പുറത്തു പോകുക മാത്രമല്ല, നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി കൂടുന്നു, ഓക്സിജന്റെ ലെവൽ കൂടുന്നു, നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ കൂടുന്നു, നല്ല കൊളസ്ട്രോൾ കൂടുന്നു, പ്രതിരോധ ശേഷി കൂടുന്നു, രോഗങ്ങൾ വരില്ല. സോ ശുദ്ധീകരണം ശരിയാണോ നോക്കുക. അവർ വിയർക്കുന്ന ശരീരമാണോ, ശരീരം ചൂടാണോ തണുപ്പാണോ, അല്ലെ? പല പ്രകൃതികളുണ്ട്. ശരീരത്തിന് ചില പ്രകൃതികളുടെ വാദം, പിത്തം, കഫം. അപ്പൊ ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ നിർദ്ദേശിക്കേണ്ടത്. ഇനി അവര് ശരീരം ചൂടാണോ തണുപ്പാണോ പറഞ്ഞ പോലെ വിയർക്കുന്ന ശരീരമാണോ, നല്ല ശോധനയുണ്ടോ? നല്ല ശോധന നല്ല ആരോഗ്യത്തിന്റെ ലക്ഷണമാണ്. അങ്ങനെ ഒരു സാധനം, അങ്ങനെ ഒരു കാര്യം നമ്മുടെ മലയാളികളിൽ വളരെ കുറവാണ്. മലയാളിയുടെ ദേശീയ രോഗം എന്താണെന്ന് PSC പരീക്ഷയിൽ ചോദിച്ചാൽ മാർക്ക് കിട്ടണമെങ്കിൽ ഒറ്റ ഉത്തരം എഴുതണം: മലബന്ധം. കോൺസ്റ്റിപ്പേഷൻ ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഡിസീസസ്. ഇറ്റ് ഈസ് ദ മദർ ഓഫ് ഓൾ ഡിസീസസ് എന്ന് പറയാം. എല്ലാ രോഗങ്ങളുടെയും അമ്മയാണ് മലബന്ധം. ഇത് വരാനുള്ള കാരണം നമ്മൾ വെള്ളം കുടിക്കാറില്ലേ? വെള്ളം കുടിക്കുന്നത് വളരെ കുറവാണ്. ഇപ്പൊ അത്രയും ചൂടുള്ള സമയം 40-42 ഡിഗ്രി സെന്റിഗ്രേഡ് അത്രയും ടെമ്പറേച്ചറുള്ള സമയത്ത് വെള്ളം നന്നായിട്ട് കുടിക്കാൻ നമ്മുടെ ശരീരത്തെ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആക്കി നിലനിർത്താം. മലബന്ധത്തിന്റെ ഒന്നാമത്തെ കാരണമാണ് ബേസിക്കലി വെള്ളം കുടിക്കാത്തത്. അപ്പൊ വെള്ളം നന്നായിട്ട് കുടിക്കുക, ധാരാളം ഫൈബർ ഫുഡ് കഴിക്കുക. ഫൈബർ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേവിക്കാത്ത ഭക്ഷണം, പഴങ്ങള്, പച്ചക്കറികള്, മുളപ്പിച്ച ധാന്യങ്ങള്, കരിക്ക്, തവിട്, ഇതെല്ലാം ധാരാളം ഫൈബർ ഉള്ളതാണ്. ഇലക്കറികളിലൊക്കെ ധാരാളം ഫൈബർ ഉണ്ട്. ഫൈബറുള്ള ഭക്ഷണം പൊതുവെ ആളുകൾ കുറവാ കഴിക്കുക. പൊതുവെ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ നോക്കുന്ന 3 കാര്യങ്ങൾ: നിറം, മണം, രുചി. അല്ലാതെ ഗുണം നോക്കിയിട്ട് ഒരാളും ഭക്ഷണം കഴിക്കാറില്ല. കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഞാൻ ചോദിച്ചു, ഒരു 700-ഓളം ആളുകൾ പങ്കെടുത്ത ഒരു പ്രോഗ്രാമിൽ ഒരു ലേഡി, ഒരു പെൺകുട്ടി, ഒരു 10-18 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി മുന്നിൽ വന്നിരിക്കുന്നു. ഞാൻ ചോദിച്ചു, മോൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്താ? അവള് പറഞ്ഞു ഐസ്ക്രീം. ഞാൻ ചോദിച്ചു, ഐസ്ക്രീമിന്റെ ഗുണങ്ങളെ കുറിച്ച് ഒരു 10 പോയിന്റുകൾ എഴുതി തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു 1000 രൂപ ഞാൻ തരാം. ഐസ്ക്രീം നിറം, മണം, രുചി, ഒരു ഗുണം തരില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ നോക്കുന്ന 3 കാര്യങ്ങൾ: നിറം, മണം, രുചി. ഇത് നോക്കിയിട്ട് ഭക്ഷണം കഴിച്ചിട്ടാണ് നമുക്ക് എന്നും അസുഖങ്ങൾ വരുന്നത്. ആ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ശരീരത്തിന് എസെൻഷ്യൽ ആയിട്ട് വേണ്ട വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻ, ഫൈബർ, ആന്റി ഓക്സിഡന്റ് ഉണ്ടോ എന്നുള്ളതൊന്നും നമ്മൾ നോക്കാറില്ല. ഇതിനെക്കുറിച്ച് സത്യത്തിൽ നമ്മുടെ ഒരു സ്കൂൾ ക്ലാസ്സിൽ ഇത് പഠിപ്പിച്ചിട്ടില്ല. ബേസിക് ആയിട്ട് പഠിപ്പിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ എന്തൊക്കെയോ പഠിച്ചു, കുറെ മാർക്ക് വാങ്ങാൻ വേണ്ടി എന്തൊക്കെയോ പഠിച്ചു എന്നതിലപ്പുറം മറ്റൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതികളെ കുറിച്ച് മനസ്സിലാക്കുക. നന്നായിട്ട് വിയർക്കുന്ന ശരീരമാണോ? വെള്ളം കുടിക്കാറുണ്ടോ? നല്ല ശോധനയുണ്ട്. അപ്പൊ നല്ല ശോധന കിട്ടണമെങ്കിൽ എന്ത് വേണം? ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കണം. മലയാളികൾ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു കയ്യും കണക്കും ഇല്ല. ഏറ്റവും കൂടുതൽ ഹോട്ടലുകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. മുക്കിന് ഹോട്ടല്. പറ്റുമെങ്കിൽ പുറത്തുനിന്ന് മാത്രം ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയുണ്ട്. ആ ശീലം ഒന്ന് മാറ്റിയാൽ തന്നെ നമ്മുടെ സർവ്വ പ്രശ്നങ്ങളും മാറും. കാരണം അവിടെ എന്താണ്? കൃത്രിമ നിറങ്ങളുണ്ട്. എവറി ആർട്ടിഫിഷ്യൽ കളർ കോസസ് ക്യാൻസർ. നമ്മുടെ നാട്ടിൽ ഇത്രമാത്രം ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിന്റെ നമ്പർ 1 റീസൺ ഈ ആർട്ടിഫിഷ്യൽ കളറാണ്, കൃത്രിമ നിറങ്ങൾ. ഓക്കെ, അതുപോലെ പ്രിസർവേറ്റീവ്സ് ചേർത്ത ഭക്ഷണം എന്നും വയറിന് കംപ്ലൈന്റ് ആണ്. ലിവറിന് പ്രശ്നങ്ങളാണ്. ലിവറിന്റെ പ്രശ്നങ്ങൾ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ലിവർ പ്രോബ്ലം ഉണ്ട്. കാരണം നിങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു ഗ്യാസ് ട്രബിൾ വരുന്നുണ്ടെങ്കിൽ ദ ഫസ്റ്റ് ഇൻഡിക്കേഷൻ ദാറ്റ് യുവർ ഈസ് ഗോയിങ് ടു പ്രോബ്ലം, അതായത് ഒരു പ്രശ്നത്തിലേക്ക് നിങ്ങളുടെ ലിവർ പോയിക്കൊണ്ടിരിക്കുന്നുള്ളതിന്റെ ആദ്യത്തെ ചിഹ്നമാണ്, ആദ്യത്തെ ലക്ഷണമാണ് ചെറുതായിട്ട് വരുന്ന ഒരു ഗ്യാസ് ട്രബിൾ. അപ്പോ ഞാൻ വിയർപ്പിനെ കുറിച്ച് പറഞ്ഞു, ശോധനയെ കുറിച്ച് പറഞ്ഞു. പിന്നെയുള്ള ശരീരത്തിന്റെ ശുദ്ധീകരണമാണ് മൂത്രം. മൂത്രം നന്നായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നന്നായിട്ട് വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാൻ ഓരോ 20 കിലോ ശരീരഭാരത്തിന് മിനിമം 1 ലിറ്റർ വെള്ളം കുടിക്കണം. ആണുങ്ങൾ പിന്നെയും വെള്ളം കുടിക്കും, സ്ത്രീകൾ കുടിക്കുന്നത് വളരെ കുറവാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വൃത്തിയുള്ള സാഹചര്യത്തിൽ മലമൂത്ര വിസർജനം ചെയ്യാനുള്ള ഒരു സംവിധാനം ഇല്ലാത്തതിനാൽ അവർ വെള്ളം കുടിക്കാതിരിക്കുകയും മലമൂത്ര വിസർജനത്തെ പിടിച്ചു നിർത്തുകയും ചെയ്യുമ്പോൾ പതുക്കെ മലാശയത്തിലും മൂത്രാശയത്തിലും കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ മുഴുവൻ സ്ലോലി യൂട്രസും ഓവറിയും വലിച്ചെടുത്ത് അതിന്റെ ഉൾഭിത്തികളിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ചെറിയ കുരുക്കളായിട്ട് മാറും. ആ കുരുക്കൾക്ക് നമ്മൾ ഒരു പേര് പറയും ഫൈബ്രോയിഡ്. നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഈ പ്രശ്നമുണ്ട്. പക്ഷെ ഒരു സെർട്ടൺ സ്റ്റേജ് കഴിയുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അപ്പൊ ഈ കുരുക്കൾ മൂത്ത് മുഴയാവും, അത് പൊട്ടും, പിന്നെ ബ്ലീഡിങ് ഉണ്ടാവും, പിന്നെ അവസാനം ഡോക്ടർ പറയും നമുക്കിത് എടുത്തു കളയാം. അങ്ങനെ യൂട്രസും ഓവറി ഇല്ലാത്ത ധാരാളം സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, ഈ 2 അവയവങ്ങൾ റിമൂവ് ചെയ്തതിനു ശേഷം അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ ശരീരത്തിന്റെ ചൂട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എപ്പോഴും ശരീരത്തിൽ നിന്ന് ചൂട് പുറത്തോട്ട് വമിച്ചുകൊണ്ടിരിക്കും.
ശരീരം മുഴുവൻ ഓടിക്കളിക്കുന്ന ഒരു വേദനയുണ്ടാവും. ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഇത്തരം സ്ത്രീകൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? വെള്ളം നന്നായിട്ട് കുടിക്കുക. അപ്പൊ വെള്ളമായി വായു, വ്യായാമം ചെയ്യുക. അപ്പൊ നല്ലപോലെ വായു നമ്മുടെ ശരീരത്തിൽ വരും. പിന്നെ നമ്മുടെ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഒന്നാണ് ശുദ്ധീകരണമാണ് വിയർപ്പ്. വെള്ളം പിന്നെ വരുന്ന ഒന്നാണ്. അപ്പൊ വെള്ളം നന്നായിട്ട് കുടിച്ചാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, മൂത്രം നന്നായിട്ട് പോകും. മൂത്രം നന്നായിട്ട് പോയില്ലെങ്കിൽ അവിടെ സ്റ്റോൺ ഫോർമേഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതിനൊക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടക്കും. ഉച്ഛ്വാസവായു, വിയർപ്പ്, മൂത്രം, മലം. ഇനി സ്ത്രീകൾക്കുള്ള ഒന്നാണ് അഞ്ചാമത്തത് ആർത്തവം. അത് കൃത്യമായിട്ട് നടക്കാറില്ല. 28+2 ദിവസത്തിൽ ആരോഗ്യവതിയായ സ്ത്രീയുടെ ശരീരത്തിൽ ആർത്തവം നടക്കണം. അത് വരാറില്ല. ചിലപ്പോൾ അത് 14 ദിവസത്തിൽ വരും, ചിലപ്പോൾ 56 ദിവസമായാലും വരില്ല, ചിലപ്പോൾ വന്നാൽ പിന്നെ നിൽക്കില്ല. ഇങ്ങനെ ഉണ്ടാകുന്ന ഇറഗുലർ ആയിട്ട് വരുന്ന പീരീഡ്, അബ്നോർമൽ ആയിട്ട് വരുന്ന വയറുവേദന, എക്സസീവ് ആയിട്ട് വരുന്ന ബ്ലീഡിങ്, ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ, 10-14ഓളം ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. അതിന് ഏറ്റവും നല്ലത് വെള്ളം നന്നായിട്ട് കുടിക്കുക, കുറച്ച് സമയം വെള്ളത്തിലിരിക്കുക. നമ്മുടെ അടുക്കളയിലേക്ക് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ടബില്, ബേസിൻ എന്ന് പറയുന്ന ടബിൽ പച്ചവെള്ളം നിറച്ച് അരമണിക്കൂർ വെള്ളത്തിലിരിക്കാൻ സാധിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് പരിഹരിക്കാം. അപ്പൊ നമ്മുടെ ശരീരത്തിലെ ശുദ്ധീകരണങ്ങൾ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുന്നത് വളരെ നല്ലതാണ്. വിയർപ്പ്, ഉച്ഛ്വാസവായു, വിയർപ്പ്, മൂത്രം, മലം, ആർത്തവം. 5 ശുദ്ധീകരണങ്ങൾ കൃത്യമായി നടക്കുന്ന ഒരു ശരീരത്തിന് ഒരു രോഗം ഉണ്ടാവില്ല. പിന്നെ അസുഖങ്ങൾ വരും. അസുഖങ്ങൾ വരാൻ ഒരു കാരണം ഉണ്ടാവും. ഒരാൾക്ക് ഒരു രോഗവും വെറുതെ കയറി വരില്ല. ഒരു പനി വരുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ കുറേ കാരണങ്ങളുണ്ടാവും. ഹാർട്ടിന് ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ടോ, ഒരു മാസം കൊണ്ടോ, ഒരു വർഷം കൊണ്ടോ അല്ല ബ്ലോക്ക് രൂപപ്പെടുന്നത്. ഒന്നിലധികം തവണ ചൂടാക്കി എണ്ണയാണ് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നത്, അല്ലെ? പുറമേ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പലഹാരങ്ങളിൽ മുഴുവനും, ഞാൻ പറയുന്നത് 1-2 എന്നല്ല, മുഴുവനും റീബോയിൽഡ് ഓയിലാണ്. റീബോയിൽഡ് ഓയിലിൽ വരുന്ന വിഷാംശമാണ് ട്രാൻസ് ഫാറ്റി ആസിഡ്. അത് നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ അത് വിസറൽ ഫാറ്റും സബ്ക്യൂട്ടേനിയസ് ഫാറ്റുമായിട്ട് മാറുന്നു. അത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഹൃദ്രോഗം മൂലം ഇന്ത്യയിൽ മരിക്കുന്ന ആളുകളുടെ എണ്ണം കൊറോണയ്ക്ക് മുമ്പ് ഏകദേശം 26% ആയിരുന്നെങ്കിൽ ഇന്ന് അത് അൺഒഫീഷ്യൽ ആയിട്ടുള്ള കണക്ക് പറയുന്നത് ആൾമോസ്റ്റ് 33%. ഇറ്റ് മീൻസ് 3 മരണത്തിൽ ഒരെണ്ണം ഹൃദ്രോഗമോ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത്രമാത്രം അസുഖങ്ങൾ വരാനുള്ള കാരണം വേറൊന്നുമല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സാത്വികമല്ല. ഭക്ഷണം 3 തരത്തിലുണ്ട്: ശുദ്ധീകരിക്കുന്ന ഭക്ഷണം, ഊർജ്ജം നൽകുന്ന ഭക്ഷണം, നമ്മുടെ ശരീരത്തെ മലിനീകരിക്കുന്ന ഭക്ഷണം. ഇതിൽ ഏത് ഭക്ഷണം നമ്മൾ കഴിക്കുന്നു അതാണ് നമ്മുടെ ശരീരം. ശുദ്ധീകരിക്കുന്ന ഭക്ഷണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, പച്ചയായ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, മുളപ്പിച്ച ധാന്യങ്ങൾ, കരിക്ക്, തവിടെണ്ണ, ഇതൊക്കെ നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നതാണ്. ഇതാണ് നമ്മൾ കൂടുതൽ കഴിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു രോഗവും വരില്ല. ഓക്കെ. ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്, നമുക്ക് ഊർജ്ജം നൽകുന്ന ഭക്ഷണം. കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണം, ചോറ്, ചപ്പാത്തി, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇതൊക്കെ കഴിച്ചാൽ കാർബോഹൈഡ്രേറ്റ് കൺവെർട്ട് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആവും. ഗ്ലൂക്കോസ് പിന്നീട് എനർജി ആയിട്ട് മാറും. ആ എനർജി നമ്മൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ എക്സസീവ് ആയിട്ട് വരുന്ന എനർജി മുഴുവൻ ഫാറ്റ് ആയിട്ട് കൺവെർട്ട് ആവും. പലരും പറയാറുണ്ട്, ഞാൻ നോൺ വെജ് കഴിക്കില്ല, എണ്ണപ്പലഹാരം തൊടില്ല, ബേക്കറി കയറാറില്ല, പക്ഷെ ഞാൻ ഇങ്ങനെ തടിച്ചു വരുന്നു. എന്താ കാരണം? അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ കുറവില്ല. ആ ഭക്ഷണം ദഹിച്ച് അതിൽ ഊർജ്ജം റിലീസ് ആകുന്നത് യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ അത് മുഴുവൻ ഫാറ്റായിട്ട് കൺവെർട്ട് ആവും. അപ്പോൾ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളെ നമ്മളൊന്ന് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളെ നമുക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. ആർസ്യം എന്ന ഒരു ബിസിനസ്സോ, ഒരു ജീവിത രീതിയോ, ഒരു ജീവിത ശൈലിയോ എന്തും ആയിക്കൊള്ളട്ടെ, ഇതിലേക്ക് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് സീരിയസ് ആയിട്ട് ഇതിൽ ഇൻവോൾവ് ചെയ്യാൻ സാധിച്ചാൽ അവർക്ക് അവരുടെ ഡോക്ടറായിട്ട് മാറാം. പ്രകൃതി ജീവനത്തിൽ ഒരു സ്ലോഗൻ ഉണ്ട്, രോഗിയായി വരൂ, ഡോക്ടറായിട്ട് മടങ്ങും. ഞാനും നിങ്ങളെ പോലെയൊക്കെ ഒരു 18 വർഷം മുൻപ് മരുന്ന് മാത്രമാണ് ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളെയും അവസാനം എന്ന് കരുതിയിരുന്ന ആളാണ്. പക്ഷെ കഴിഞ്ഞ 18 വർഷമായിട്ട് കാര്യമായിട്ട് ഒരു ആരോഗ്യ പ്രശ്നം വരാതെ എനിക്ക് കഴിയാൻ സാധിക്കുന്നത് ഞാൻ പ്രകൃതിയുമായിട്ട് ഇണങ്ങി കഴിയുന്നു. എല്ലാ ദിവസവും അരമണിക്കൂർ വ്യായാമം, 20 മുതൽ 30 മിനിറ്റ് വ്യായാമം നിങ്ങൾക്കും ചെയ്യാം. വ്യായാമം ചെയ്യാൻ സമയമില്ലെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ സമയമില്ലാത്തതുകൊണ്ടല്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. സമയം നമുക്ക് സ്വയം കണ്ടെത്താൻ പറ്റും. ഏതാണോ ഫസ്റ്റ് പ്രിയോറിറ്റി അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സമയം കിട്ടിയിരിക്കും. അപ്പോൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ഓക്സിജന്റെ ലെവൽ കൂടും. ഞാൻ നേരത്തെ പറഞ്ഞു, ശരീരം നന്നായിട്ട് വേർക്കും, ശരീരത്തിന്റെ കംപ്ലീറ്റ് ഡീടോക്സിഫിക്കേഷൻ നടത്തും. ഒരു നേരം വേവിക്കാത്ത ഭക്ഷണം, ഞാൻ പറഞ്ഞ സാത്വികമായിട്ടുള്ള ഭക്ഷണം, പോസിറ്റീവ് ഫുഡ്. അപ്പോ പോസിറ്റീവ് ഫുഡിനെ കുറിച്ച് പറഞ്ഞു. ന്യൂട്രൽ ഫുഡ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഊർജ്ജം നൽകുന്ന ഭക്ഷണം. ഇനി മലിനീകരിക്കുന്ന ഭക്ഷണമുണ്ട്, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചുമന്ന വസ്തുവും. അതിൽ പഞ്ചസാര, അത് മാത്രമേ നമ്മൾ കഴിക്കുള്ളൂ. നമ്മളൊരു ദിവസം തുടങ്ങുന്നത് പഞ്ചസാരയിലാണ്. വലിയ പ്രശ്നങ്ങളുമായിട്ട് നമ്മുടെ മലയാളികൾ ആൾമോസ്റ്റ് 99% ആളുകൾ ഉണ്ടെങ്കിൽ അതിന്റെ നമ്പർ 1 റീസൺ 80% കാരണം പഞ്ചസാരയാണ്. ഞാൻ പറഞ്ഞു, യു സ്റ്റോപ്പ് ഷുഗർ, കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ഷുഗർ. ഇത്രയും വർഷങ്ങളായിട്ട് ഫോളോ ചെയ്ത കാര്യങ്ങൾ പലരും പറയാണ്ട് ഞാൻ പതുക്കെ നിർത്താം. ഞാൻ പറഞ്ഞു, നോ, യു സ്റ്റോപ്പ് ഇറ്റ് റൈറ്റ് നൗ. പതുക്കെ നിർത്താന്നുള്ളൊരു പ്രശ്നം വരുന്നില്ലേ? പഞ്ചസാരയ്ക്ക് പറഞ്ഞ ശർക്കര ഉപയോഗിക്കാം, കരിപ്പട്ടി ഉപയോഗിക്കാം, പനഞ്ചക്കര ഉപയോഗിക്കാം, പനങ്കൽക്കണ്ട ഉപയോഗിക്കാം, പഞ്ചസാര വേണ്ട. ലളിതമാനം എന്ന രോഗത്തിന്റെ 80% കാരണം പഞ്ചസാരയാണ്. നമ്മുടെ നാട്ടിൽ കുട്ടികളില്ലാത്ത ദമ്പതികളുടെ എണ്ണം കൂടുന്നതിന്റെ നമ്പർ 1 റീസൺ പഞ്ചസാരയാണ്.
കൊച്ചു കുട്ടികൾ ചെറുപ്രായത്തിൽ തന്നെ കണ്ണട വെക്കുന്നുണ്ടെങ്കിൽ അതിന്റെ നമ്പർ 1 റീസൺ പഞ്ചസാരയാണ്. നമ്മുടെ നാട്ടിലെ ന്യൂറോ ഡിസോർഡറുകൾ മുഴുവൻ ഉണ്ടാക്കുന്നത് പഞ്ചസാരയാണ്. കഴിഞ്ഞ 17-18 വർഷത്തെ എന്റെ ജീവിതാനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയാണ്. പക്ഷെ ഇത് ഒരു പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. തടി കൂടുന്നതിന്റെ നമ്പർ 1 റീസൺ പഞ്ചസാരയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മധുരം കഴിക്കുന്നത് ഗുജറാത്തികളാണ്. മറ്റു സംസ്ഥാനക്കാരും ഉണ്ട്. പക്ഷെ അവര് മധുരം കഴിച്ച് കാര്യമായിട്ടുള്ള വ്യായാമം തരുന്ന ഒക്കനെ തടിച്ചു വീർത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഗുജറാത്തിൽ കുറച്ച് വർഷങ്ങൾ എയർഫോഴ്സിലെ ലൈഫുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അപ്പോ പഞ്ചസാര എന്നൊരു വസ്തു നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങളുടെ വീട്ടിലെ പകുതി പ്രശ്നങ്ങളും മാറും. രണ്ടാമതാണ് മൈദ. പഞ്ചസാരയ്ക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് പറഞ്ഞു. ശർക്കര, കരിപ്പട്ടി, പനഞ്ചക്കര, പനങ്കൽക്കം, ഇനി അതൊന്നും ഇല്ലെങ്കിൽ തേൻ ഉപയോഗിച്ചോളൂ. രണ്ടാമതാണ് മൈദ, മലയാളിയുടെ ദേശീയ ഭക്ഷണം. നമ്മുടെ ഒട്ടും ഫൈബർ ഇല്ലാത്ത പാർട്ടാണ് മൈദ. ഗോതമ്പിന് മെയിൻലി 4 ഭാഗമായിട്ട് തിരിച്ചാൽ അതിന്റെ സെന്റർ പോർഷൻ യാതൊരു തരത്തിലുള്ള പോഷകാംശങ്ങളും ഫൈബറും ഇല്ലാത്ത ഈ ഒരു കണ്ടന്റ് ആണ് മൈദ. ഈ മൈദ കൊണ്ടുള്ള പലഹാരങ്ങളാണ് 90-95% നമ്മുടെയൊക്കെ വീടുകളിലുള്ളത്. ബേക്കറി പോയിട്ട് വാങ്ങിക്കുന്നത് മുഴുവൻ ഇതാണ്. ഇത് ചെന്ന് കഴിഞ്ഞാൽ മൈദ സോഫ്റ്റ് ആക്കാൻ വേണ്ടി അത് ചേർക്കുന്ന അലോക്സാൻ എന്ന് പറഞ്ഞ കെമിക്കല് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പാനക്രിയാസിന്റെ പ്രവർത്തന ശേഷി കുറയും. നമ്മുടെ ശരീരത്തിലെ ബീറ്റാ സെല്ലുകൾ വീക്കാവും. ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? പതുക്കെ നമ്മുടെ ഷുഗർ ലെവൽ കൂടും. അതായത് മൈദയുടെ സാർവത്രികമായ ഉപയോഗം കേരളത്തിൽ വന്നതിന് ശേഷം നമുക്കുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മളെല്ലാവരും ഷുഗർ രോഗികളായിട്ട് മാറി. ഡയബറ്റിക്സ് എന്നൊരു മേഖലയിലോട്ട് നമുക്ക് വരേണ്ടി വന്നു. അപ്പൊ ഈ ഒരു അവസ്ഥ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? മൈദ ഒഴിവാക്കുക. ദാറ്റ്സ് ഓൾ. ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം, അല്ലെ? പതുക്കെ മാറ്റാന്ന് പറഞ്ഞോ. വലിക്കുന്നവരോടും കുടിക്കുന്നവരും അടുത്ത് വരുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ വലിക്കാറുണ്ട്? നിങ്ങൾ വലിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നതാണെങ്കിൽ നിങ്ങൾ അതിന്റെ കൂടെ ശരീരത്തെ മലിനീകരിക്കുന്ന ഭക്ഷണം കഴിച്ചത് നിങ്ങളുടെ ജീവിത ശൈലികൾ കൊണ്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. അപ്പോ ഈ പറയുന്ന പഞ്ചസാരയായി മൈദ. അപ്പൊ മൈദയുടെ സാർവത്രികമായ ഉപയോഗം നമുക്ക് ഷുഗർ എന്ന രോഗം കിട്ടി, അല്ലെ? ഒരു പ്രീ ഡയബറ്റീസ് കാറ്റഗറിയിലെ ഏകദേശം ഒരു 20% ആളുകൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. ഒരു മധ്യവയസ്സ് പിന്നിട്ട ആളുകളിൽ ഒരു അറൌണ്ട് 20% ആണ്. കാരണം അവർക്കൊന്നും അറിയില്ല. അവർ പ്രീ ഷുഗറിലോട്ട് കാലെടുത്ത് വെക്കുന്നവരാണെന്ന് അവർക്ക് പോലും അറിയില്ല. അപ്പോ പഞ്ചസാര, മൈദ. മൂന്നാമത്തതാണ് പാല്. പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പാല് നമുക്ക് ആരോഗ്യം നൽകുന്നതല്ലേ? ശരിയാണ്, പാല് ആരോഗ്യം തരും. നമുക്കല്ല, പശുവിന്റെ കുട്ടിക്ക്. കാരണം പശുവിന്റെ പാല് പശുവിന്റെ കുട്ടിക്കുള്ളത്. എന്നാൽ നല്ല നാടൻ പശുവിന്റെ പാല് പുല്ലും വൈക്കോലും നിന്ന് കഴിഞ്ഞാൽ നാടൻ പശുവിന്റെ പാല് ചെറിയ അളവിൽ നമുക്ക് കഴിക്കാം. നമുക്ക് കാര്യമായിട്ട് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ സുരക്ഷിതമായ മാർഗത്തിലൂടെ അല്ല ഇന്ന് പാല് കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പാലിൽ 80% അഡൾട്രേറ്റഡ് ആണ്. പാലില്ലാത്ത ഒന്ന് പാലാണ്. ഓക്കെ. അപ്പോ പാല് രോഗാവസ്ഥയിൽ പരമാവധി ഒഴിവാക്കുക. പ്രത്യേകിച്ച് ഡൈജസ്റ്റീവ് പ്രോബ്ലം ഉള്ള ആളുകൾ, ആസ്മാറ്റിക് കംപ്ലൈന്റ് ഉള്ള ആളുകളൊക്കെ അത് ഒഴിവാക്കുന്നത് 100% ഒഴിവാക്കുന്നതാണ്. അപ്പോ വെളുത്ത മൂന്നാമത്തെ വസ്തു പഞ്ചസാര, മൈദ, പാല്. നാലാമത്താണ് ഉപ്പ്. ഉപ്പ് എത്ര കുറയ്ക്കുന്നോ അത്രയും നല്ലത്. ഹാർട്ടിന് കംപ്ലൈന്റ് വന്ന ഒരു രോഗിയോട് ഡോക്ടർ പറയും ഉപ്പ് കുറച്ചോളും. മഞ്ഞപ്പിത്തം വന്ന രോഗിയോട് വൈദ്യര് പറയും ഉപ്പ് തൊടരുത്. കിഡ്നിക്ക് തകരാറ് വന്ന രോഗിയോട് ഡോക്ടർ പറയും ഒരു കാരണവശാലും ഉപ്പ് തൊടരുത്. എന്തുകൊണ്ടാണ് പറയുന്നത്? ഈ 3 അവയവങ്ങളും നമ്മുടെ ശരീരത്തിലെ വൈറ്റൽ ഓർഗൻസ് ആണ്. ഇത് നമ്മൾ ഗുളിക കഴിച്ചാൽ ആ വൈറ്റൽ ഓർഗൻസ് ഇല്ലാണ്ടും. വൈറ്റൽ ഓർഗൻസ് എന്ന് വെച്ചാൽ അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കണ്ണില്ലെങ്കിലും നമുക്ക് ജീവിക്കാം, കാലില്ലെങ്കിലും നമുക്ക് ജീവിക്കാം, അല്ലെ? പക്ഷെ ഈ അവയവങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഉപ്പ് എത്ര കുറയ്ക്കുന്നോ അത്രയും നല്ലത്. ആ ഉപ്പ് ഒഴിവാക്കാനുള്ള ഒരു സിമ്പിൾ മെത്തേഡാണ് ഒരു നേരത്തെ ഭക്ഷണം വേവിക്കാത്തത് കഴിക്കുക, റോ ഫുഡ് കഴിക്കുക. അവിടെ ഉപ്പിന്റെ ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും അതിനെ ഒരു പരിധി വരെ ഒഴിവാക്കാൻ, രോഗം വരാതിരിക്കാൻ ഒരു നേരത്തെ ഭക്ഷണം വേവിക്കാത്തത്. 18 വർഷമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്കും ഫോളോ ചെയ്യാം. ഞാൻ ചെയ്യാത്ത ഒരു കാര്യം നിങ്ങളോട് പറയില്ല. ഇനി നിങ്ങൾക്കൊരു സീരിയസ് ആയിട്ടുള്ള അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾ 2 നേരത്തെ ഭക്ഷണം വേവിക്കാത്ത കഴിച്ചോളൂ. ഒരു നേരം പഴങ്ങൾ കഴിച്ചോളൂ, ഒരു നേരം വേവിക്കാത്ത പച്ചക്കറികൾ കഴിച്ചോളൂ. സീസണലി അവൈലബിൾ ആയിട്ടുള്ള പഴങ്ങൾ കഴിക്കുക. സീസണലി അവൈലബിൾ, അതായത് ഒരു ഓഫ് സീസണുള്ള ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണ്, കൃത്രിമമായിട്ട് പ്രിസർവേറ്റീവ്സ് ചേർത്തതായിരിക്കും. ഓക്കെ. ഇനി ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡീജനറേറ്റീവ് ഡിസീസ് ആണ് നമ്മളെ ബാധിച്ചിട്ടുള്ളതെങ്കിൽ അതിന് ബെസ്റ്റ് റെമഡി അടുപ്പ് കാണാത്ത ഭക്ഷണം മാത്രം കഴിക്കുക. അടുപ്പ് കാണാത്ത ഭക്ഷണം എന്ന് വെച്ചാൽ വേവിക്കാത്ത ഭക്ഷണം മാത്രം കഴിക്കുക. പഴങ്ങൾ കഴിക്കാം, വേവിക്കാത്ത പച്ചക്കറികൾ കഴിക്കാം. അപ്പൊ പലരും ചോദിക്കും ഇതിലൊക്കെ വിഷമല്ലേ? അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിച്ചാൽ കിട്ടും. നമ്മുടെ നാട്ടിൽ ധാരാളം ഓർഗാനിക് ഫാമിങ്ങും അതുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകളും കൊണ്ട് എനിക്ക് കിട്ടാറുണ്ട്. അപ്പൊ എനിക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ ഒരു ചക്കയുടെ സീസണാണ്, ചക്ക കഴിച്ചോളൂ. ഇന്നലത്തെ എന്റെ അത്താഴം ചക്കയായിരുന്നു, ഇന്നത്തെ അത്താഴം ഇത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാൻ പോകുന്നത് ചക്കപ്പഴമാണ്. കഴിച്ചോളൂ. അത് മാത്രം. ചക്കയുടെ പ്രത്യേകത ചക്ക മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, അതിന്റെ കൂടെ വേറെ ഒന്നും കഴിക്കരുത്. കാരണം ചക്ക മറ്റൊന്നിന്റെ കൂടെ ചേരില്ല. ചക്കയ്ക്ക് ആ കൂടി ചേർച്ചയുള്ളത് ചുക്കാണ്. അപ്പോ വെളുത്ത ഒന്നാമത്തെ വസ്തു പഞ്ചസാര, രണ്ടാമത്തെ വസ്തു മൈദ, മൂന്നാമത്തെ വസ്തു പാല്, നാലാമത്തെ വസ്തു ഉപ്പ്. എത്ര കുറയ്ക്കുന്നു അത്രയും നല്ലത്. ഒഴിവാക്കിയാൽ ഏറ്റവും നല്ലത്.
അപ്പോൾ പ്രത്യേകിച്ച് ഉപ്പൊരു ടേസ്റ്റ് മേക്കറാണ്. അപ്പോ സീരിയസ് ആയിട്ട് ഉപ്പ് കൂടുതൽ കഴിക്കുന്ന ആളുകൾ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ 90% കാരണക്കാരൻ ഉപ്പാണ്. ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാക്കുന്ന ഉപ്പാണ്. പണ്ടത്തെ കാലത്ത് വയസ്സായ അമ്മമാര് പറയാറുണ്ട്, ഉപ്പ് തിന്നാൽ ബുദ്ധി പോവും, മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാക്കുന്നതിന്റെ നമ്പർ 1 റീസൺ ഉപ്പാണ്. വെളുത്ത 4 വസ്തുക്കൾ ഞാൻ പറഞ്ഞു. വെളുത്ത 5ാമത്തെ വസ്തുവാണ് തവിടില്ലാത്ത വെളുത്തരി. നമ്മൾ അത് മാത്രമേ കഴിക്കൂ. നെല്ല് 2 തവണ പുഴുങ്ങും. നെല്ല് 2 തവണ പുഴുങ്ങുമ്പോൾ നെല്ലിലെ കംപ്ലീറ്റ് എസൻസും വെള്ളത്തിൽ കുടങ്ങി പോകും. ആ നെല്ല് മില്ലിൽ കൊണ്ട് കുത്തി വെളുപ്പിച്ചുള്ള തവിട് മുഴുവൻ മില്ലിൽ കളയും. വീട്ടിൽ കൊണ്ടുവന്നിട്ട് 3-4 തവണ കഴുകി അതിൽ അവശേഷിച്ചിരിക്കുന്ന തവിട് അരിക്കാടി വെള്ളത്തിലൂടെ വേസ്റ്റ് ആക്കി കളയും. ഈ അരി അടപ്പത്തൊട്ട് തിളപ്പിച്ച് വാർക്കുന്നതിന് മുമ്പ് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഒരു ആവറേജ് മലയാളി വീട്ടമ്മ ആ വെള്ളം മുഴുവൻ ഊറ്റിക്കളഞ്ഞ ആ ചണ്ടി തിന്നും. വീട്ടമ്മയല്ല, വീട്ടച്ഛനും കുട്ടികളും എല്ലാവരും കൂടി ആ ചണ്ടി തിന്നും. നമ്മുടെ വീടുകളിൽ പണ്ട് കാലത്ത് കഷായം ഉണ്ടാക്കാറുണ്ട്. കഷായം ഉണ്ടാക്കിയാൽ നമ്മൾ ചണ്ടിയല്ല തിന്നുക, വെള്ളമാണ് കുടിക്കുക. കാരണം വെള്ളത്തിലാണ് സത്തെങ്കിൽ, കഷായത്തിന് സത്ത് വെള്ളത്തിലാണെങ്കിൽ നെല്ലിന്റെ അല്ലെങ്കിൽ അരിയുടെ സത്ത് കഞ്ഞിവെള്ളത്തിലാണ്. ആ കഞ്ഞിവെള്ളം കളഞ്ഞ് സത്തില്ലാത്തത് കഴിക്കുന്നു. അതായത് അസത്തിനെ നമ്മൾ ആവാഹിക്കുന്നു. അസത്തിനെ ആവാഹിച്ചാൽ നമ്മൾ അസത്തായിട്ട് മാറും, സത്തില്ലാത്തതായിട്ട് മാറും. ഈ സത്തില്ലായ്മയാണ് നമുക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോ ഈ 5 വസ്തുക്കള്, പഞ്ചസാര, മൈദ, പാല്, ഉപ്പ്, തവിടില്ലാത്ത വെളുത്ത അരി, പുഴുങ്ങാത്ത നെല്ലിന്റെ ധാരാളം തവിടുള്ള അരി കൊണ്ടുള്ള കഞ്ഞി കുടിച്ചോളൂ, നല്ലതാണ്. അതാരും ചെയ്യാറില്ല, കഞ്ഞി കുടിക്കാറില്ല. പ്രത്യേകിച്ച് മലയാളികൾ കഞ്ഞി എന്നൊരു പദത്തിന് ഒരു തെറ്റായ വ്യാഖ്യാനം വരെ കൊണ്ടുവന്നു, അല്ലെ? നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി മരിക്കുന്ന അന്ന് ഒരു ദിവസം ഒരു നേരം കഴിച്ചിരുന്നത് കഞ്ഞിയായിരുന്നു. നമ്മൾ കഞ്ഞിയും കുടിക്കില്ല, കഞ്ഞിവെള്ളം ഉപയോഗിക്കില്ല, തവിട് ഉപയോഗിക്കില്ല. ഒട്ടും തവിടില്ലാത്ത ഭക്ഷണമായ മൈദയിൽ നമ്മൾ ഒരുപാട് റിസർച്ചൊക്കെ നടത്തി എത്രമാത്രം പലഹാരങ്ങൾ ഉണ്ടാക്കാന്നുള്ളത് നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ തവിടുള്ള ഭക്ഷണം ധാരാളം കഴിക്കാം. നമുക്ക് അരിയുടെ തവിട് നിൽക്കുന്ന ഈ എണ്ണയുണ്ട്, ഫിസിക്കലി റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയിൽ ഉണ്ട്. ഏകദേശം 34ഓളം അസുഖങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന, ഒരു പരിധിവരെ മാറ്റാൻ സഹായിക്കുന്ന 3ഓളം ആന്റി ഓക്സിഡന്റുകളുള്ള ഈ എണ്ണ, ആർസിഎമ്മിന്റെ ഹെൽത്ത് ഗാർഡ് ഓയിൽ, ആരോഗ്യ സംരക്ഷക എണ്ണ, വൈറ്റമിൻ ഇ ധാരാളം ഉള്ളത് കൊണ്ട് മുടിയിൽ തലയിൽ തേക്കാം. മുടി കൊഴിച്ചില്, താരൻ, അകാല നര, മുടി പൊട്ടിപ്പോകുന്നത്, മുടിയിൽ കായ വരുന്നത്, മുടിയുടെ അഗ്രം പിളർന്നു പോകുന്നത്, മുടി ചെമ്പിച്ചു പോകുന്നത്, മുടി ജട പിടിക്കുന്നതിനൊക്കെ മാറ്റാൻ നല്ലതാണ്. ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തതിനു ശേഷം ഈ എണ്ണ തയ്ക്കാത്ത ഒറ്റ ദിവസം എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. സോ യു ക്യാൻ ആൾസോ യൂസ്. നല്ല ഉറക്കം കിട്ടാൻ ഇത് സഹായിക്കും. നമ്മളെപ്പോഴും ഫ്രഷ് ആക്കി നിലനിർത്താൻ സഹായിക്കണം. വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് മുടിക്ക്, ഏറ്റവും കൂടുതൽ സ്കിന്നിന് ബ്യൂട്ടി വൈറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ എണ്ണ നമുക്ക് മേല് തേച്ച് കുളിക്കാം. മേല് തേച്ച് കുളിച്ചാൽ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം, സ്കിൻ സംബന്ധമായ 14ഓളം അസുഖങ്ങൾ, മൊഴി, വെള്ളപ്പാണ്ട്, വെരിക്കോസ് വെയിൻ, സൊറിയാസിസ്, എക്സിമ, ആക്നി അല്ലെങ്കിൽ കാര തുടങ്ങി 10-14ഓളം സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പ് ആ പ്രശ്നം മാറിയിരിക്കും. പക്ഷെ ആളുകൾ പലപ്പോഴും ക്ഷമയില്ല. ഇപ്പൊ സൊറിയാസിസ് ഒക്കെ വന്ന ആളുകൾ എണ്ണ നന്നായിട്ട് മേലെ അപ്ലൈ ചെയ്തിട്ട് വെയിൽ കൊള്ളാൻ പറയാറുണ്ട്. വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ആദ്യം ഇതൊന്ന് കൂടുമ്പോൾ അവർ ടെൻഷനാവും. ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് അസുഖം കൂടി എന്ന് പറയും. അസുഖം കൂടുന്നത് മാറാൻ വേണ്ടിയിട്ടാണ്. ഒരു ആയുർവേദ ചികിത്സയിൽ നമ്മളൊരു രോഗത്തിനെ മാറ്റാൻ പോകുമ്പോൾ, ചികിത്സിക്കാൻ പോകുമ്പോൾ എന്താ സംഭവിക്കുക? ആദ്യം രോഗാവസ്ഥ ഒന്ന് കൂടും, പിന്നീടേ കുറയുള്ളൂ. ഇവിടെ അതുപോലെ തന്നെയാണ്. ശരീരത്തിൽ അഴുക്കൾ ഇത് പുറന്തള്ളും. നമ്മുടെ എല്ലാ മീഡിയവും ക്ലൻസിങ് മീഡിയമാണ്. ക്ലൻസിങ് എന്ന് വെച്ചാൽ ക്ലീൻ ചെയ്യാണ്, ശുദ്ധീകരണമാണ് നടത്തുന്നത്. അപ്പോ ഈ എണ്ണ തലയിൽ തേക്കാം, മേല് തേച്ച് കുളിക്കാം, പാചകെണ്ണയായിട്ട് ഉപയോഗിക്കാം. 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് പകരം ഈ എണ്ണ ഉപയോഗിക്കുമ്പോൾ 700 മില്ലി മതി. കാരണം എണ്ണ പുകഞ്ഞു പോകുന്നതും എണ്ണ വലിച്ചെടുക്കുന്നതും കുറവാണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഭക്ഷ്യെണ്ണകളും ഏകദേശം ഒരു 200 ഡിഗ്രി സെന്റിഗ്രേഡിൽ താഴെ പുകയുമ്പോൾ ഈ എണ്ണ പുകയുന്ന ഊഷ്മാവ് 233-നും 254 ഇടയിലാണ് എണ്ണ പുകയുന്നത്. എണ്ണ പുകയുമ്പോഴാണ് അതിൽ ട്രാൻസ്ഫാറ്റി ആസിഡ് ഉണ്ടാവുന്നത്. അത്രയും ടെമ്പറേച്ചർ നമ്മുടെ നോർമൽ കുക്കിങ്ങിന് ആവശ്യമില്ലാത്തതിനാൽ ഈ എണ്ണ നമുക്ക് വേണമെങ്കിൽ 1-ലധികം തവണ ചൂടാക്കി ഉപയോഗിക്കാം. അപ്പൊ ഏറ്റവും നല്ലൊരു കുക്കിംഗ് ഓയിലായിട്ട് ഉപയോഗിക്കാം. ഇത് നമുക്ക് മേല് തേച്ച് കുളിക്കാം, പാചക എണ്ണയായിട്ട് ഉപയോഗിക്കാം, തലയിൽ തേക്കാം, ഇത് പച്ചയ്ക്ക് കഴിക്കുകയും ചെയ്യാം. ഇത് കമ്പനി പറഞ്ഞിട്ടില്ല, നമ്മുടെ സ്വന്തം അനുഭവത്തിൽ. കാരണം പ്രകൃതി ചികിത്സയിൽ പണ്ടുണ്ടായിരുന്ന ഒരു മെത്തേഡായിരുന്നു തവിട് കൊടുക്കും. എന്ത് ചികിത്സയ്ക്കും തവിട് കൊടുക്കും, സർവ്വരോഗങ്ങളും മാറും. അപ്പോ പിന്നീട് നമ്മൾ ഇതിനെ ഒന്ന് പരീക്ഷിച്ച് തവിടിന് പകരം നല്ല തവിടെണ്ണ, അതും ഫിസിക്കലി റിഫൈൻഡ് ആയിട്ടുള്ള റൈസ് ബ്രാൻ ഓയിൽ കൊടുത്താൽ മാറുമെന്ന് പരീക്ഷണം നടത്തി. നമ്മുടെ ഓരോ ജീവിതാനുഭവങ്ങളിലും നമ്മൾ കണ്ടെത്തിയതാണ് ഏകദേശം 34ഓളം രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഈ എണ്ണയ്ക്ക് കഴിവുണ്ട്. എന്നാൽ ഒരു മരുന്നല്ല, ഇതൊരു നല്ല ഭക്ഷണമാണ്. കാരണം ഈ എണ്ണയുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്താ ചെയ്ത് നമുക്ക് പാചക എണ്ണയായിട്ട് ഉപയോഗിക്കുമ്പോൾ ഏത് ഭക്ഷണമാണോ പാചകം ചെയ്യുന്നത് അതിന്റെ നാച്ചുറൽ ആയിട്ട് ടേസ്റ്റ് കിട്ടും. നാച്ചുറൽ ടേസ്റ്റ്. വെളിച്ചെണ്ണയിലും മറ്റു എണ്ണകൾ ഉണ്ടാക്കുമ്പോൾ ആ എണ്ണയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. ഇത് നമ്മൾ പച്ചക്ക് കഴിച്ചാൽ രാവിലെ വെറും വയറ്റില് രാത്രി കിടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപ് കഴിച്ചാൽ ഇത് നമ്മുടെ ഷുഗർ ലെവൽ കുറയ്ക്കാൻ, BP കൺട്രോൾ ചെയ്യാൻ, ഒരേ സമയം നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ, ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ, എല്ല് തേയ്മാനത്തിന്,
അതുപോലെ തന്നെ ഹാർട്ടിന്റെ ബ്ലോക്കുകളെ പതുക്കെ പതുക്കെ ഇല്ലാതാക്കാൻ, സ്ട്രോക്കിനെ പ്രതിരോധിക്കാൻ, അതിന് സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുന്ന ആളുകളെ പതുക്കെ പതുക്കെ നോർമൽ ലൈഫിലോട്ട് കൊണ്ടുവരാൻ, ക്യാൻസറിനെ പ്രതിരോധിക്കാൻ തുടങ്ങി അൽഷിമേഴ്സും പാർക്കിൻസൺസും മെനോപോസ് സിൻഡ്രോം ഉൾപ്പെടെ 10-34ഓളം അസുഖങ്ങളെ പ്രതിരോധിക്കാൻ നല്ലത്. ഇതിന്റെ ഒരു പ്യൂരിറ്റിയെ കുറിച്ച് ഒറ്റ വാക്ക്: നിങ്ങളുടെ കണ്ണിൽ ഒരു കുരു വന്നാൽ, കണ്ണിൽ ഒരു കരട് പോയാൽ, ഒരു പ്രാണി പോയാൽ, കണ്ണിൽ ഒരു ഇൻഫെക്ഷൻ വന്നാൽ 2 തുള്ളി കണ്ണിൽ ഒഴിച്ചോളൂ. എന്നിട്ട് ഒരു കഷ്ണം പഞ്ഞി തവിടെണ്ണയിൽ മുക്കി നമ്മുടെ RC മെൽത്ത് കാടാവിൽ മുക്കി കണ്ണിൽ വെച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളൂ. ഒരൊറ്റ ദിവസം കൊണ്ട് ആ പ്രശ്നം മാറും. അത് ആദ്യമായിട്ട് പരീക്ഷിച്ചതും ഇത് ആദ്യമായിട്ട് കുടിച്ചു നോക്കിയതും ഞാനാണ്. അപ്പൊ എനിക്ക് ധൈര്യമായിട്ട് പറയാൻ, കാരണം ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് ഏകദേശം 13-14 വർഷമായി. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ റെഗുലർലി ഫോളോ ചെയ്യുന്നു. RCMന്റെ ഓരോ പ്രൊഡക്റ്റിലും ഇത്രയും ഗുണങ്ങളുണ്ട്. കാരണം നമ്മൾ ഇന്ന് കണ്ടുവരുന്ന എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ അത് നല്ലതാണ്. ഒരു ദിവസം ഞാൻ തുടങ്ങുന്നത് ഇവിടുന്നാണ്. നമുക്ക് കിട്ടിയ ഒരു വണ്ടർഫുൾ ആയുള്ള ഒരു പ്രൊഡക്റ്റ്, കുറച്ചു കാലം നമുക്കത് കിട്ടാനുണ്ടായിരുന്നില്ല. സ്ക്രഞ്ച് കേസർ കണ്ടായി, അടിപൊളി പ്രൊഡക്റ്റ്. ഒരു 2 ടീസ്പൂൺ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒഴിച്ച് ഒരല്പം കുരുമുളക് പൊടിയും ഒരല്പം നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കഴിച്ചാൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് നോൺ സ്റ്റോപ്പായിട്ട് സംസാരിക്കാൻ പറ്റും. കാര്യമായിട്ട് ത്രോട്ട് പ്രോബ്ലംസ് ഒന്നും വരില്ല. കാരണം ഇതിലെ ചേരുവകൾ അത്തരത്തിലുള്ളതാണ്. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ് കുങ്കുമപ്പൂവ്. നമ്മൾ കുങ്കുമപ്പൂവിനെ കുറിച്ച് നമ്മൾ സ്ഥിരം പറയാറുണ്ട്. ഗർഭിണികൾക്ക് കുങ്കുമപ്പൂവ് പാലിലിട്ട് കൊടുത്താൽ കുട്ടികൾക്ക് നിറം വരുന്നുള്ളത്. നിറം വരും മാത്രമല്ല, വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ബ്ലഡ് പ്യൂരിഫിക്കേഷൻ അത് ഏറ്റവും നല്ലതാണ്. ജലദോഷത്തിനും പനിക്കും ആസ്മയ്ക്കും അലർജിക്കും, സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പീരീഡ് സംബന്ധമായ പ്രശ്നങ്ങൾക്കും അവരുടെ ഡൈജസ്റ്റീവ് പ്രോബ്ലത്തിനും സ്കിൻ ഡിസോർഡറുകൾക്കും ഏറ്റവും നല്ലതാണ് ഈ പറയുന്ന കുങ്കുമപ്പൂവ്. ഓഫ്കോഴ്സ് സ്കിന്നിന് നിറം കിട്ടുക സംശയമൊന്നുമില്ല. കാരണം ബ്ലഡ് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ആ ബ്ലഡാണ് നമ്മുടെ ശരീരത്തിലെ 100 ട്രില്യൺ കോശങ്ങളിലും പാസ് ചെയ്യുന്നത്. ബ്ലഡ് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ കോശങ്ങൾ നന്നാവും, ശരീരം നന്നായാൽ മൊത്തത്തിൽ നന്നാവും. അത്രയേ ഉള്ളൂ. ഇതിൽ രണ്ടാമത്തെ കണ്ടന്റ് ആണ് ബദാം. ഇറ്റ്സ് വെരി കോസ്റ്റ്ലി. ബദാം എനിക്ക് തോന്നുന്നു നമ്മുടെ ന്യൂട്രിചാർട്ട് മെൻ ഓർ വുമണിൽ അടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് പോഷകങ്ങളും ബദാമിലുണ്ട്. ആ ബദാമിന്റെ എക്സ്ട്രാക്ട് ഉണ്ട്. പിന്നെയുള്ളതാണ് കസ്കസ്. നമ്മൾ അത്രയധികം കണ്ടുപരിചയമില്ലാത്ത എന്നാൽ ഈയിടെ അല്പം പ്രാധാന്യം കിട്ടി വരുന്ന ഒരു ഉൽപ്പന്നമാണ് കസ്കസ്. അതിന്റെ പ്രത്യേകത ഇറ്റ്സ് ദ ബെസ്റ്റ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ. അതുപോലെ തന്നെ ഒരു ഇന്റേണൽ ക്ലെൻസിങ്ങിന് ഏറ്റവും നല്ലതാണ്. അതുപോലെ കിഡ്നി സ്റ്റോണിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലതാണ് കസ്കസ് ഉണ്ട്. അപ്പൊ കിഡ്നി സ്റ്റോണിലെ ആൾക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാം. ഏറ്റവും നല്ലൊരു ആരോഗ്യ പാനീയമാണ്. രാവിലെ കഴിക്കാം, ചൂടുള്ള വെള്ളത്തിൽ. പാലിൽ വേണമെങ്കിൽ കഴിക്കാം. നല്ല പാല് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പാലിൽ കഴിച്ചോളൂ. നിങ്ങൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ ചൂടുവെള്ളത്തിലാണ് കഴിക്കാറുള്ളത്. അപ്പൊ ഈ ഒരു ദിവസം ഇതുകൊണ്ടൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദ ഹോൾ ഡേ വിൽ ബി ഫ്രഷ്. പിന്നെയുള്ള കണ്ടന്റ് എന്താണ്? മത്തങ്കുരുവിൽ ഏറ്റവും കൂടുതൽ ഒമേഗ 3 കുറിച്ച് നമ്മൾ ധാരാളം പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരത്തെ സ്വയം ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്തതും എന്നാൽ ഭക്ഷണത്തിലൂടെ വേണ്ടത്ര അളവിൽ കിട്ടാത്തതുമായ ഒന്നാണ് ഒമേഗ 3. ആ ഒമേഗ 3 ധാരാളം മത്തങ്കുരുവിലുണ്ട്. ആ മത്തങ്കുരുവിന്റെ എക്സ്ട്രാക്ട് ഇതിലുണ്ട്. ആ മത്തങ്കുരുന്ന് എടുത്ത പ്രോട്ടീൻ നമ്മുടെ ഓൾപ്രോയിലുണ്ട്. നമുക്കറിയാം, അതും വണ്ടർഫുൾ ആയുള്ള റിസൾട്ട്. അതിൽ സിങ്ക് ധാരാളം ഉള്ളതുകൊണ്ട് കുട്ടികളില്ലാത്ത ദമ്പതികളിൽ, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് അത് വളരെ ഗുണം ചെയ്യും. അപ്പൊ മത്തങ്കുരുവിന്റെ മറ്റൊരു പ്രത്യേകത, അതൊരു മൗത്ത് അൾസറിനെ മാറ്റാൻ നല്ലതാണ്. അത് വായ്പുണ്ണൊക്കെ വരുന്ന ആളുകൾക്ക് ഇത് റെഗുലർലി കഴിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ല റിസൾട്ട് കിട്ടും. പിന്നെ പെരിഞ്ജീരകത്തിന്റെ സത്തുണ്ട്. പെരിഞ്ജീരകം നമുക്കറിയാം തൊണ്ടയ്ക്ക് നല്ലതാണ്, ദഹനത്തിന് നല്ലതാണ്. പിന്നെ ഏലക്കായ സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജ്ഞി എന്നാണ് അത് അറിയപ്പെടുന്നത്. ഒരുപാട് ആന്റി ഓക്സിഡന്റുകൾ, രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഘടകങ്ങൾ അതിലുണ്ട്. ഡൈജസ്റ്റീവ് പ്രോബ്ലം, അതുപോലെ സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന അൾസറിനൊക്കെ പ്രതിരോധിക്കാൻ നല്ലത്. കശുവണ്ടി പരിപ്പ്, പിസ്ത തുടങ്ങി ഒരുപാട് ചേരുവകൾ ചേർത്തുണ്ടാക്കിയ ഈ ഒരു പ്രൊഡക്റ്റിലൂടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നു, ഇത് കഴിക്കുന്നു, ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് കഴിക്കുന്നു. ഇങ്ങനെ ഇഷ്ടം പോലെ പ്രൊഡക്റ്റ് ഉണ്ട്, ഏത് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഒരു രോഗി അടുത്ത് വരുന്ന സമയത്ത് നമ്മൾ അവർക്ക് ബോഡി സ്കാൻ ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ധാരാളം ആളുകൾ ബോഡി സ്കാൻ ചെയ്തവരാണ്. കമ്പനി തന്നിട്ടുള്ള ബോഡി സ്കാനർ എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കയറി നിന്ന ഒരു ബോഡി സ്കാനറാണ് ഇത്. ഇതിന്റെ പല ലെറ്റേഴ്സും തേഞ്ഞു മാഞ്ഞു പോയിട്ടുണ്ട്. ഇന്നും ഏകദേശം 16-ലധികം ആളുകൾ ഇതിന്റെ മേലെ കയറി നിന്നു. അപ്പോ ഈ ബോഡി സ്കാനർ ഉപയോഗിച്ച് കഴിഞ്ഞ് നമുക്ക് എങ്ങനെ ഒരാളുടെ രോഗാവസ്ഥയെ ഏകദേശം ഒന്ന് അറിയാൻ പറ്റും. ഒരു 100% കൃത്യമെന്നല്ല. ഞാൻ എന്റെ ചെറിയൊരു സ്ലൈഡ് ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഷെയർ ചെയ്ത് കാണിക്കാം. അതിനുശേഷം നിങ്ങളുടെ കുറച്ച് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. ഞാൻ കാണിച്ച ബോഡി സ്കാൻ അതിന്റെ ലേറ്റസ്റ്റ് മോഡൽ വന്നിട്ട് ഇതിനേക്കാൾ കുറച്ചുകൂടി ഹാൻഡിയാണ്, വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈ ബോഡി സ്കാനിൽ ഒരാളെ കയറ്റി നിർത്തി കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിന്റെ ജാതകം മൊത്തം നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓൺലി തിങ് നമ്മൾ ഭംഗിയായിട്ട് അതൊന്ന് പഠിക്കണം. അതിൽ കയറി നിൽക്കുന്നതിന് മുമ്പ് അവര് ശരീരത്തിലെ കംപ്ലീറ്റ് ലോഹഭാഗങ്ങളൊക്കെ മാറ്റാൻ പറയണം. എക്സസീവ് ആയിട്ടുള്ള വെയിറ്റ് ഉള്ളതെല്ലാം മാറ്റാം. മൊബൈല്, മറ്റെന്തെങ്കിലും എക്സ്ട്രാ ഐറ്റംസ്, ബെൽറ്റ്, സ്ത്രീകളാണെങ്കിൽ കാലിൽ മിഞ്ചിയിട്ടുണ്ടെങ്കിൽ അത് ഊരാൻ പറയണം. പരമാവധി ലോഹഭാഗങ്ങൾ മാറ്റാൻ പറയണം. അങ്ങനെ മാറ്റിയതിനു ശേഷം അതിന്റെ മേലെ കയറി നിൽക്കുന്നതിന് മുമ്പ് അതൊന്ന് സെറ്റ് ചെയ്യണം. അതിൽ നമ്മുടെ ഹൈറ്റ്, ഏജ്, ജെൻഡർ 3 കാര്യങ്ങൾ അതിൽ ഫീഡ് ചെയ്യണം.
അതിനുശേഷം ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിന്റെ ആ ഒരു ഷീറ്റ് ഉണ്ട്, ഒരു ഡാറ്റ ഷീറ്റ് ഉണ്ട്. ആ ഡാറ്റ ഷീറ്റിൽ പേര്, സ്ഥലം, ഏജ്, ഹൈറ്റ്, ആണോ പെണ്ണെന്നുള്ളതെല്ലാം കൃത്യമായിട്ട് അറിയാൻ പറ്റും. ആ ഡേറ്റ് കൂടി വെച്ചിട്ട് 3 ദിവസം 3 പ്രാവശ്യം നോക്കാനുള്ള ഡാറ്റ ഷീറ്റാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ ആദ്യത്തെ മാസം നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഫസ്റ്റ് ഡേറ്റിൽ അവർ കയറി നിൽക്കുന്ന ഡേറ്റിൽ റെക്കോർഡ് ചെയ്യാം. ആദ്യം നമുക്ക് കിട്ടുന്നത് എന്താണ്? വെയിറ്റ് ആണ്. അപ്പൊ ഇതിൽ കയറി നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിലൊരു ഇലക്ട്രോഡ് ഉണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇംപെഡൻസ് എന്ന മെത്തേഡിലാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. സിമ്പിൾ ആണ്. അതിന്റെ ഉള്ളിൽ 4 ചെറിയ ബാറ്ററികൾ ഉണ്ട്. ആ ബാറ്ററി ഇട്ടിട്ട് അതിന്റെ ഉള്ളിൽ അത് ഓണാക്കി കഴിഞ്ഞാൽ അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഇലക്ട്രോഡുകൾ ഉണ്ട്. അതിലൂടെ കറണ്ട്, ഒരു ചെറിയൊരു ചാർജ് നമ്മുടെ ശരീരത്തിലൂടെ പാസ് ചെയ്യും. പാസ് ചെയ്യുമ്പോൾ എല്ലുകളിലൂടെ പാസ് ചെയ്യുന്ന അതേ സ്പീഡായിരിക്കില്ല മസിലുകളിലൂടെ, അതേ സ്പീഡായിരിക്കില്ല വെള്ളത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ. അതിന്റെ വേരിയേഷൻ അനുസരിച്ച് ചില കാൽക്കുലേഷൻ ഒക്കെ കൂട്ടിയിട്ട് കൃത്യമായിട്ട് അത് പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് കിട്ടുന്നത് വെയിറ്റ് ആണ്. ഒരാളുടെ വെയിറ്റ് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അയാളുടെ ഹൈറ്റ് ഇൻ സെന്റിമീറ്ററിൽ അവസാനത്തെ 2 അക്കം എടുക്കുക. ഉദാഹരണത്തിന് എന്റെ ഹൈറ്റ് 174 സെന്റിമീറ്റർ ആണ്. അപ്പൊ എന്റെ വെയിറ്റ് ഏകദേശം അവസാനത്തെ 2 അക്കം എന്ന് വെച്ചാൽ 74 പ്ലസ് 2 മൈനസ് 2. അപ്പൊ ഒരു 72 മുതൽ 76 വരെ ആയിരിക്കും അപ്രോക്സിമേറ്റ് വരേണ്ട വെയിറ്റ്. അപ്പൊ ഏകദേശം ഒരാളെ കാണാതെ തന്നെ അയാൾ ഒബീസിറ്റി ഉള്ള ആളാണോ എന്ന് അറിയാൻ പറ്റും. അപ്പൊ ആദ്യത്തെ വെയിറ്റിനെ കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട. അത് കഴിഞ്ഞ് അടുത്ത കോളമാണ് എന്ത്? ബോഡി മാസ് ഇൻഡെക്സ്. എന്താണ് ബോഡി മാസ് ഇൻഡെക്സ്? ഒരാളുടെ ശരീരഭാരത്തെ ഉയരത്തിന്റെ സ്ക്വയർ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് ബോഡി മാസ് ഇൻഡെക്സ്. ഒരാളുടെ വെയിറ്റ് ഇൻ കെജി, ഒരാളുടെ തൂക്കത്തിന് ഹൈറ്റ് ഇൻ സ്ക്വയർ മീറ്ററിൽ അത് ഹരിച്ചാൽ കിട്ടുന്നതാണ് ബോഡി മാസ് ഇൻഡെക്സ്. ആ ബോഡി മാസ് ഇൻഡെക്സ് 25 നോക്കൂ. ഇവിടെ അണ്ടർ വെയിറ്റ് ഓരോന്നിലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 18.5 താഴെ അണ്ടർ വെയിറ്റ് ആണ്. ഒരു 18.5 മുതൽ 24.9 വരെ ഏകദേശം നോർമൽ എന്ന് പറയാം. നമ്മൾ കുറച്ചും കൂടി ഐഡിയൽ ആയിട്ട് പറയുന്ന ഒരു വാല്യൂ 22.5 ആണ്. അതാണെങ്കിൽ ഐഡിയൽ ആണ്. ഓക്കെ, ഓവർ വെയിറ്റ് 25 കൂടി 29 30 വരെ എത്തിക്കഴിഞ്ഞാൽ ഒബീസ് ആണ്. ഒബീസ് ഓവർ വെയിറ്റ്. പിന്നെ വരുന്ന 30 ക്രോസ് ചെയ്യുമ്പോൾ ഒബീസ്, അതിലും കൂടുതലാവുമ്പോൾ ഹൈ ഒബീസ്. അപ്പൊ ഈ ഒബീസിറ്റി വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യണം? ആ റെഡ് കാണിച്ച ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് ന്യൂട്രിചാർജ് S&F കൊടുക്കണം. ഇനി S&F ഡയറക്ട്ലി കൊടുക്കണം എന്നില്ല. നമ്മുടെ അലോവേര ജ്യൂസിൽ ഒരു കഷ്ണം ഇഞ്ചിയും ഒരല്പം കുക്കുംബറും കൂടി അരച്ച് ചേർത്ത് രാവിലെയും വൈകിട്ടും കഴിക്കാതെ വെയിറ്റ് കുറയാൻ നല്ലതാണ്. നമ്മുടെ ഗുഡ് സിപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കൊച്ചു പ്രൊഡക്റ്റ് ഗുഡ് സിപ്പ് റെഗുലർ ആയിട്ട് കഴിക്കുന്നത് വെയിറ്റ് കുറയാൻ നല്ലതാണ്. പിന്നെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നത് 8 മണിക്കൂറിനുള്ളിൽ ഭക്ഷണം കഴിക്കുന്ന, ബാക്കി ഉള്ള സമയം നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വെയിറ്റ് കുറയാൻ നല്ലതാണ്. അപ്പോൾ ലോ വെയിറ്റ് വരുന്ന ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം? അണ്ടർ വെയിറ്റ് വരുന്ന ആളുകൾക്ക് നമുക്ക് ഗെയിനർ കൊടുക്കാം. ഗെയിനർ തനിച്ചല്ല കൊടുക്കുക, അത് പ്രോട്ടീൻ പൗഡറിന്റെ കൂടെ നമ്മുടെ കൊക്കോ പ്രോഡക്റ്റിന്റെ കൂടെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓവർ വെയിറ്റ് വരുന്ന ആൾക്ക് നമുക്ക് എന്ത് ചെയ്യാം? അവർക്ക് S&F കൊടുക്കാം. S&F കൊടുക്കുന്നതിന് മുമ്പ് ബേസിക് ആയിട്ട് നമ്മുടെ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ്, ന്യൂട്രിചാർട്ട് മെൻ ഓർ വുമൺ, വെജ് ഒമേഗ, ഓഫ് കോഴ്സ് ഗാമ കൂടി നമുക്ക് അതിന്റെ കൂടെ ചേർക്കാം. പ്ലസ് ബേസിക് ആയിട്ടുള്ള പ്രോട്ടീൻ ഇതൊക്കെ കൊടുത്ത് ബോഡി ഒന്ന് ട്യൂൺ ആക്കിയതിനു ശേഷം S&F കൊടുക്കുന്നതാണ് നല്ലത്. അപ്പൊ ബോഡി മാസ് ഇൻഡെക്സ് ഓർത്തിരിക്കുക, 20നും 25നും ഇടയ്ക്കാണ് ഐഡിയൽ ആയിട്ട് വരുന്നത്. നമ്മുടെ ബോഡി സ്കാനർ ഡാറ്റ ഷീറ്റിൽ അതാണ് കൊടുത്തിരിക്കുന്നത്. ബോഡി മാസ് ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരഭാരത്തെ ഉയരത്തിന്റെ സ്ക്വയർ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ്. അപ്പൊ ഇത് നോക്കി ഒരാൾ ഫിറ്റ് ആണോ അല്ലയോ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ഈ ബോഡി സ്കാൻ ചെയ്യുമ്പോൾ ഒരു കസ്റ്റമറെ കറക്റ്റ്ലി നമ്മൾ കൺവിൻസ് ചെയ്ത് കൗൺസിൽ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ ചോദിക്കും, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്മൾ വെറുതെ ന്യൂട്രീഷൻ സപ്ലിമെന്റ് ഒരാളോട് ചെന്ന് പറഞ്ഞാൽ അവർ പറയും എനിക്ക് ഇതിനൊന്നും ആവശ്യമില്ല എന്ന്. പക്ഷെ അവരുടെ ശരീരത്തിലെ ഫാറ്റിനെയും മസിലിനെയും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ഇത് സഹായിക്കും. ബോഡി ഫാറ്റ് ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ആ 2ാമത്തെ കോളം മാത്രം നോക്കിയാൽ മതി. ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തി, പിന്നെ ഏജ് അനുസരിച്ച് ബോഡി ഫാറ്റ് കുറച്ച് കൂടും. നമുക്കറിയാം ഒരു ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ അതേ ഫാറ്റ് അല്ല, കുറച്ച് പ്രായം ചെല്ലുമ്പോൾ ഒരു ചെറിയൊരു ടോളറൻസ് ഉണ്ട്. ഏകദേശം ഓർത്താൽ മതി. പുരുഷനെ സംബന്ധിച്ചിടത്തോളം 20ൽ താഴെ ആയിരിക്കണം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം 25ൽ താഴെ ആയിരിക്കണം. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. വളരെ ലീൻ ആൻഡ് തിൻ ആയിട്ടുള്ള ആളുകളുണ്ട്, അവർക്ക് ബോഡി ഫാറ്റ് കുറവായിരിക്കും. ഇത് പുരുഷന്മാർക്കുള്ളതാണ്. അപ്പൊ വെരി ലോ ആവാനും പാടില്ല. ഹെൽത്തി എന്ന ഒരു 8 to 20 ആ ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ട്. ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ 20ൽ താഴെ ആയിരിക്കണം പുരുഷന്മാർ. ഓക്കെ, ഹെൽത്തി. മറ്റെല്ലാം ഹൈ ഒബീസ് ആണ്, അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ആണ്. ഇനി അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം 25ൽ താഴെയാണ് ഏറ്റവും ഐഡിയൽ ആയിട്ട് വരുന്നത്. 25ൽ താഴെ ആയിരിക്കണം. 25ൽ കൂടി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കിയോ? ഓവർ വെയിറ്റ് വരുന്നു, അവര് ഹൈ ഒബീസ് ആവുന്നു. അവർക്കും ചിലപ്പോൾ നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും? ന്യൂട്രിചാർട്ട് S&F കൊടുക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ പല പെർസെന്റേജ് ഉണ്ട്. നല്ലൊരു ശതമാനം സ്ത്രീകൾ 50% ഫാറ്റ് ഉണ്ട്. അപ്പൊ അവർക്ക് എന്തൊക്കെ കൊടുക്കാമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം നമ്മൾ ബോഡി സ്കാൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റില്ല. അപ്പൊ ഇത് നമ്മുടെ ഒരു ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടൂളായിട്ടും കൂടി നമുക്ക് യൂസ് ചെയ്യാം. ഇനി വെള്ളത്തിന്റെ അളവ് ഞാൻ പറഞ്ഞു.
ഏറ്റവും കൂടുതൽ വെള്ളം വേണ്ടത് കുട്ടികൾക്കാണ്. കാരണം ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത് കുട്ടികളാണ് അല്ലെ. അവരൊരു സെക്കൻഡ് അടങ്ങി ഒതുങ്ങി ഇരിക്കില്ല. ഇതിനൊരു കണക്കുണ്ട്, 55 മുതൽ 70 വരെ ഏകദേശം എടുത്താൽ മതി. കൊച്ചു കുട്ടികളെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ ബോഡി സ്കാനിൽ കയറ്റി നിർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം 55 മുതൽ 70 വരെയാണ് വേണ്ടത്. അത് പൊതുവെ ആളുകൾക്ക് കുറവാണ്. ഇനി വളരെ മെലിഞ്ഞ ഒരാൾക്ക് ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കൂടുതൽ കാണിക്കും. കാരണം ആ മെഷീന് വിവേചന ശക്തി ഇല്ല. അതിന്റെ മേലെ കയറുന്ന ആളുകളുടെ ബോഡി സ്റ്റാറ്റസ് അനുസരിച്ചുള്ള റീഡിങ് തരാൻ നമ്മൾ മനസ്സിലാക്കണം. ഇനി നല്ല തണ്ടും തട്ടിയുള്ള ഒരാൾക്ക് വെള്ളത്തിന്റെ അളവ് കൂടുതലാണെങ്കിൽ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ആ വ്യക്തിക്ക് കിഡ്നി സംബന്ധമായ തകരാറുകൾ വരാനുള്ള സാധ്യതയുണ്ട്, ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അതായത് നല്ല തണ്ടും തടിയുള്ള ഒരാൾക്ക് വെള്ളത്തിന്റെ അളവ് സാധാരണ കാണുന്നതിനേക്കാൾ കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ ദർ ഇസ് എ ചാൻസ് ഓഫ് കിഡ്നി പ്രോബ്ലം. ഓക്കെ, ഇത് നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസിലൂടെയാണ് കിട്ടുക. ഒരു ദിവസം ഒറ്റ വാക്ക് ഒരു തവണ കേട്ടതുകൊണ്ടൊന്നും മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് ധാരാളം ചെയ്യാം. ആയിരക്കണക്കിന് ബോഡി സ്കാനറുകൾ ഇന്ന് കേരളത്തിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്, നമ്മൾ നേരിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ബട്ട് ഹാർഡ്ലി ഫ്യൂ പീപ്പിൾ ആർ യൂസിങ് ഇറ്റ്. വെരി മസിൽ മാസ്. നമുക്ക് ഇതിൽ മെയിൻലി ചെക്ക് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഫാറ്റ്, രണ്ട് മസിൽ. നമുക്ക് വേണ്ടത് ഫാറ്റ് കുറയണം, മസിൽ കൂടാൻ. സംഭവിക്കുന്ന നേരെ തിരിച്ചാ, ഫാറ്റ് കൂടുതലും മസിൽ കുറവാണ്. അപ്പൊ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം 50+, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം 45+. ഇതാണ് ഐഡിയൽ ആയിട്ട് വേണ്ടത്. അപ്പൊ ഇതുപോലെ മസിൽ അല്ല നമുക്ക് വേണ്ടത്. എല്ലാ ജോലി ചെയ്യാനും, ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനും മസിൽ വേണം അല്ലെ. എല്ലാ കാര്യങ്ങൾക്കും മസിൽ വേണം. അപ്പൊ മസിൽ ജിമ്മിൽ പോകുന്ന ആളുകൾക്ക് മാത്രമല്ല വേണ്ടത്. ഇവിടെ ഈ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, ബോൺ മാസ്. ഇതും ഏജ് വൈസ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് ബോൺ മാസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. നമ്മുടെ ബോഡി സ്കാനറിൽ ഹൈറ്റ് അനുസരിച്ചാണ് ഏകദേശം ഒരു കണക്ക് വരുന്നത്. ഒരു 155 സെന്റിമീറ്റർ ഹൈറ്റ്, അപ്രോക്സിമേറ്റ്ലി 5 അടി 2 ഇഞ്ച് ഉയരമുള്ള ഒരാളുടെ ശരീരത്തിൽ മിനിമം 3 കിലോ ബോൺ വേണം. ഉയരം കൂടുന്നതിനനുസരിച്ച് ബോൺ മാസ് കൂടും, ഉയരം കുറയുന്നതിനനുസരിച്ച് ബോൺ മാസ് കുറയും. ആനുപാതികമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. ഒരാൾക്ക് സിവിയർ ആയിട്ട് ഇപ്പൊ ഒരു 5 അടി 2 ഇഞ്ചുള്ള ഒരു സ്ത്രീക്ക് അവർക്ക് ബോൺ മാസ് 2ആണ്, സപ്പോസ് ടു ബി അപ്രോക്സിമേറ്റ്ലി 3. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ജോയിന്റ് പെയിൻ ഉണ്ടാവും, ബാക്ക് പെയിൻ ഉണ്ടാവും, നീ പെയിൻ ഉണ്ടാവും, ഷോൾഡർ പെയിൻ ഉണ്ടാവും, സർവ്വദിക്കിലും വേദന ഉണ്ടാവും. അപ്പൊ അങ്ങനെ വേദന വരുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് PUMFO കൊടുക്കാം, പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ ആൻഡ് ഒമേഗ കൊടുക്കാം, ഗാമോറിസ്ട്രോൾ കൊടുക്കാം. ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം അതിന്റെ കൂടെ നമുക്ക് ന്യൂട്രിചാർജ് BJ കൊടുക്കാം. സജസ്റ്റ് ചെയ്യാം. ഏകദേശം ഇത്ര കോസ്റ്റ് വരും, ഇത് ചെയ്തില്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങൾ വരാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. പേടിപ്പിക്കേണ്ട കാര്യമില്ല, ഉള്ള കാര്യങ്ങൾ ഉള്ള പോലെ പറയാം. അപ്പൊ ഡാറ്റ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ആ ഡാറ്റയെ കൃത്യമായിട്ട് ഇന്റർപ്രിറ്റ് ചെയ്ത് അനലൈസ് ചെയ്ത് കൊടുത്താൽ ആളുകൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കും, വളരെ കംഫർട്ടബിളി വാങ്ങിക്കും. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മൾ കമ്പല് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ശരീരത്തിലെ ഫാറ്റ്, വിസറൽ ഫാറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ശരീരത്തിൽ വരുന്ന ട്രാൻസ്ഫാറ്റി ആസിഡ് 2 തരത്തിലാണ് ഉള്ളിലോട്ട് വരുന്നത്. ഒന്ന് നോൺ വെജിലൂടെ വരും, 2 ഒന്നിലധികം തവണ ചൂടാക്കി എണ്ണ പലഹാരത്തിലൂടെ വരും, ബേക്കറി സാധനങ്ങളിലൂടെ വരും. അത് നമ്മുടെ ശരീരത്തിൽ 2 എഫക്ട് ഉണ്ടാക്കി 2 തരത്തിലുള്ള ഫാറ്റ് ആയിട്ട് മാറും. ഒന്ന് തൊലിക്കടിയിൽ അടിഞ്ഞു കൂടുന്ന ഫാറ്റ്, ദാറ്റ്സ് കോൾഡ് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്, വളരെ വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ള ഫാറ്റ് ഈ ഇന്റേണൽ ഓർഗൻസിന്റെ ഇടയിൽ, ആന്തരിക അവയവങ്ങൾക്ക് ഇടയിൽ പറ്റി പിടിച്ച് കിടക്കുന്ന ഫാറ്റ്. ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഈ കേൾക്കുന്ന ഒരു നല്ലൊരു ശതമാനം നോൺ വെജ് കഴിക്കുന്നവരാണ്. കടയിൽ പോയിട്ട് ചിക്കൻ വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ ആ ചിക്കൻ നമ്മൾ കട്ട് ചെയ്ത് നോക്കുമ്പോൾ അതിനുള്ള ഇഷ്ടംപോലെ നെയ്മാല പോലെ കാണാം, വെളുത്ത നെയ്മാല. ഇതുപോലെ നമ്മുടെ ഉള്ളിലുണ്ട്, അതാണ് വിസറൽ ഫാറ്റ്. ഈ വിസറൽ ഫാറ്റ് കൂടുമ്പോൾ കുറച്ച് ലക്ഷണങ്ങൾ ശരീരം കാണിക്കും. ഒന്നാമത്തെ ലക്ഷണം, നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് കയ്യിനൊക്കെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു തരിപ്പ് അല്ലെങ്കിൽ നമ്പനസ് വരും, മരവിപ്പ് വരും. ബസ്സിൽ കയറി ബസ്സിന്റെ കമ്പി പിടിച്ച് നിൽക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കൈ തരിക്കും. കിടക്കുന്ന സമയത്ത് കൈ തലക്കിടയിൽ വെച്ച് കിടക്കുമ്പോൾ കയ്യിന് തരിപ്പുണ്ടാവും, കാലിന് തരിപ്പുണ്ടാവും. ശരീരത്തിൽ നടക്കുമ്പോൾ നല്ല കിതപ്പ്, കോണിപ്പടിയൊക്കെ കയറുമ്പോൾ അമിതമായ കിതപ്പ്. ചില സമയത്ത് ഹാർട്ടിന്റെ ഭാഗത്ത് സൂചി കുത്തുന്ന പോലെ ഒരു വേദന, കഴുത്തിന്റെ ബാക്കിൽ നിന്നൊരു വേദന അല്ലെങ്കിൽ ഒരു കടച്ചിൽ ഇങ്ങനെ താഴോട്ട് ഇറങ്ങും. ചിലപ്പോൾ തോളത്തുനിന്ന് ഒരു വേദന കയ്യിലൂടെ ഇറങ്ങും, ചിലപ്പോൾ അരക്കെട്ടുന്ന ഒരു വേദന കാലിലൂടെ ഇറങ്ങും. ചില സമയത്ത് മുട്ടിൽ നല്ല വേദന, എന്നാൽ എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. രാവിലെ ബെഡിൽ നിന്ന് നീര് കാല് നിലത്ത് കുത്തുമ്പോൾ ഉപ്പൂറ്റിക്ക് നല്ല വേദന, ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ പതുക്കെ അത് നോർമലാവും. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ വിസറൽ ഫാറ്റ് കൂടുന്നതിന്റെ ലക്ഷണമാണ്. ഈ വിസറൽ ഫാറ്റ് കുറയ്ക്കാൻ നമുക്ക് നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ ഉപയോഗിക്കാം, നമ്മുടെ ഗാമോറിസിനോൾ ഉപയോഗിക്കാം. ഒരു പരിധി വിട്ട് കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോട്ടീന്റെ സപ്ലിമെന്റേഷൻ നല്ലതാണ്. നമുക്ക് ന്യൂട്രിചാർജ് S&F കൂടി ഉപയോഗിക്കാം. അവിടെ നമുക്ക് വിസറൽ ഫാറ്റ് കുറയ്ക്കാൻ പറ്റും. ഇത് ഒരു 3 വരെ വലിയ കുഴപ്പമില്ല, 2 ഓക്കെ. എന്നാൽ ഒരാളുടെ ശരീരത്തിന്റെ എനർജി ലെവൽ വളരെ കുറവാണെങ്കിൽ 3 ആണെങ്കിലും പ്രശ്നമുണ്ടോ. എന്നാൽ ഹൈ എനർജി ലെവൽ ഒരാൾക്ക് 4 5 വിസറൽ ഫാറ്റ് വന്നാലും കാര്യമായിട്ട് അത് ഏശില്ല. BMR, ബേസൽ മെറ്റാബോളിസം റേഞ്ച്, ഇത് ഇത്ര മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ശരീരത്തിന്റെ ഒരു എനർജി ലെവല് അത്ര മനസ്സിലാക്കിയാൽ മതി. ഇതിന്റെ ബേസൽ മെറ്റാബോളിസം റേഞ്ചിന്റെ എക്സാക്ട് ഡെഫിനിഷൻ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്.
നമ്മുടെ ശരീരത്തിലെ എനർജി ലെവല്, ഈ എനർജി ലെവല് ഏകദേശം നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു 1500 ഒക്കെ വലിയ കുഴപ്പമില്ല. എന്നാൽ തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് ബോഡി സ്കാൻ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് 1600, 1700, 1800, 1900 ഒക്കെ കണ്ടിട്ട്. നല്ല മസിലാണ്, നല്ല എനർജിയാണ്. ഇവിടെ അത്രയില്ല, ഇവിടെ വളരെ കുറവാണ്. ഇവിടെ ഒക്കെ 1300, 1400 റേഞ്ചിൽ പൊതുവെ ഉണ്ടാവാറുണ്ട്. അപൂർവം കേസുകൾ അതിൽ കൂടുതൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ജനറലി വേണ്ടത് ഒരു 1800 പ്ലസ് ആണ്. പുരുഷന്മാർക്ക് 1800 പ്ലസ്, സ്ത്രീകൾക്ക് ഒരു 1500 മുതൽ 1800 വരെ ആവും. അങ്ങനെയാണെങ്കിൽ അവർക്ക് വലിയ കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതൊക്കെ ഒരാളെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ ഈസിയാണ്, അവരുടെ ശരീരത്തിലെ എനർജി ലെവൽ. ഇപ്പൊ നമ്മൾ ഈ ബോഡി സ്കാൻ ചെയ്തിട്ട് ഒരു മാസം നമ്മൾ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ഒക്കെ കൊടുത്ത് ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തോളൂ, ഉറപ്പാണ് അവരുടെ BMR കൂടിയിട്ടുണ്ടായിരിക്കും, ബേസൽ മെറ്റാബോളിസം റേഞ്ച് കൂടിയിട്ടുണ്ടായിരിക്കും. പിന്നെ വരുന്നതാണ് മെറ്റാബോളിക് ഏജ്. നല്ല രസമാണ് അത്. നമുക്ക് 2 തരത്തിലുള്ള പ്രായമുണ്ട്. ഒന്ന്, അമ്മ പ്രസവിച്ച ഡേറ്റ് അനുസരിച്ച്, ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചുള്ള പ്രായം, ദാറ്റ് ഇസ് കോൾഡ് ക്രോണോളജിക്കൽ ഏജ്. മെറ്റാബോളിക് ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് എത്ര പ്രായം തോന്നുന്നു. ഓക്കെ, ഇനി ഒരാളുടെ മെറ്റാബോളിക് ഏജ് 50 വയസ്സുള്ള ഒരാൾക്ക് 60 മെറ്റാബോളിക് ഏജ് തോന്നിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അവരുടെ ശരീരത്തിൽ ഫാറ്റ് വളരെ വളരെ കൂടുതലാണ്. ഇനി 50 വയസ്സുള്ള ഒരാൾക്ക് 30 തോന്നിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ മസിൽ വളരെ വളരെ കുറവ്, വളരെ ലീൻ ആൻഡ് തിന്നാണ്. ഇനി 50 വയസ്സുള്ള ഒരാള് നല്ല ഹൈ എനർജി ലെവൽ ഉണ്ട്, അയാൾക്ക് 48 തോന്നിക്കുന്നുണ്ടെങ്കിൽ ഹീസ് ഫിറ്റ്. ഇതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഇത് നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ മെറ്റാബോളിക് ഏജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഏജും ഇതും ഒരു കസ്റ്റമറെ കറക്റ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ആരും നോ പറയില്ല. കാരണം എല്ലാവർക്കും വേണ്ടത് ഒന്നാണ് ആരോഗ്യം. എല്ലാവർക്കും ആരോഗ്യം വേണം, എല്ലാവർക്കും പണം വേണം. കാരണം ഇന്നത്തെ പണം, അഡ്വാൻസ് ഉണ്ടാക്കുന്ന പണം കൂടെ ഏത് വഴി കൂടെ പോകുന്നത്? ആശുപത്രി ചെലവ്, അല്ലേ? ഒരു കൊറോണയ്ക്ക് മുമ്പ് സർക്കാർ പറഞ്ഞ പഴയൊരു കണക്കുണ്ട്. ഒരു ആവറേജ് മലയാളി കുടുംബം ഒരു മാസം 2600 രൂപ മരുന്നിനും ഡോക്ടർക്കും ആശുപത്രിക്കും മെഡിക്കൽ ഫെസിലിറ്റീസിനും വേണ്ടി മാറ്റി വെക്കുന്നു എന്നുള്ളത്. കഴിഞ്ഞ 18 വർഷമായിട്ട് ഞാൻ അതിനു വേണ്ടി ഒരു പൈസ പോലും എന്റെ ആവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടില്ല. ഞാൻ വെറുതെ ഒന്ന് കണക്ക് കൂട്ടി. 18 വർഷം ഇൻറ്റു 12 മാസം ഇൻറ്റു 2600, ഏകദേശം 5,61,600 രൂപ ഐ കുഡ് സേവ്. എനിക്ക് സേവ് ചെയ്യാൻ പറ്റും. ചെറിയ കാര്യമല്ല. നമ്മൾ സാധാരണ ഒരു ജോലി ചെയ്ത് നമുക്ക് എത്ര നീക്കിവാക്കിയുണ്ടോ, ഈ എന്റെ മുന്നിലിരിക്കുന്ന ഒരുപാട് ആളുകൾ, ഇനി ഇത് കേൾക്കാൻ പോകുന്ന ഒരുപാട് ആളുകളും ഒരുപാട് വർഷങ്ങൾ ജോലി ചെയ്ത് അവസാനം തിരിച്ചു വരുമ്പോൾ കയ്യിലൊന്നുമില്ല, ബാക്കിയൊന്നുമില്ല. അപ്പോ ഈ ആരോഗ്യം എന്നൊരു മേഖലയിൽ നമ്മൾ സ്വയം പര്യാപ്തനാണെങ്കിൽ നമുക്ക് ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ടൈം സേവ് ചെയ്യാൻ പറ്റും, നമ്മുടെ മെന്റൽ ഹാപ്പിനെസ്സിനെ നമുക്ക് കുറച്ചുകൂടി സേവ് ചെയ്യാൻ പറ്റും. ഓഫ് കോഴ്സ് പണവും സേവ് ചെയ്യാൻ പറ്റും. സോ മെറ്റാബോളിക് ഏജ്. സ്കെലിറ്റൽ മസിൽ റേഷ്യോ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബോഡി സ്കാനിങ് ഡാറ്റ ഷീറ്റിലെ 10ാമത്തെ കോളമാണ് സ്കെലിറ്റൽ മസിൽ റേഷ്യോ. സ്കെലിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലുമായി ബന്ധപ്പെട്ടത്, അസ്ഥി സംബന്ധമായ കാര്യങ്ങൾ. മസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേശി സംബന്ധമായ കാര്യങ്ങൾ. ഈ എല്ലുകളും മസിലുകളും തമ്മിലുള്ള ഒരു അനുപാതമുണ്ട്. ആ അനുപാതം എത്ര കൂടുന്നോ അത്രയും നല്ലത്. ഒരാളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രീവിയസ് മന്തിനേക്കാൾ കറന്റ് മന്തില് അവർ ഈ ഫുഡ് സപ്ലിമെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുകയും ശരിയായ വ്യായാമം ചെയ്യുകയും ശരിയായ ഭക്ഷണ രീതി ഫോളോ ചെയ്യുകയും ചെയ്താൽ ഉറപ്പാണ് അവർക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റ് കിട്ടിയത്. SMR, സ്കെലിറ്റൽ മസിൽ റേഷ്യോ, എല്ലുകളും മസിലുകളും തമ്മിലുള്ള ഒരു അനുപാതം. ഓക്കെ, അപ്പൊ എന്താണ് സ്കെലിറ്റൽ മസിൽ റേഷ്യോ എന്നുള്ള ഇതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എത്ര വേണം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എത്ര വേണം എന്ന് വളരെ കൃത്യമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. 45 പുരുഷന്മാർക്ക് എത്ര കൂടുന്നോ അത്രയും നല്ലത്. ഇപ്പൊ നമ്മൾ ബോഡി സ്കാൻ ചെയ്തിട്ട് വേറെ ഒരു റീഡിങ്ങും നോക്കിയില്ല, ലാസ്റ്റ് റീഡിങ് മാത്രം നോക്കി ഒരാളെ അസസ് ചെയ്യാം. വേണമെങ്കിൽ ഇതിനെ നമുക്ക് ആരോഗ്യ സൂചിക, ഹെൽത്ത് ഇൻഡെക്സ് എന്ന് പറയാം. അത് എത്ര കൂടുന്നോ അത്രയാണ് ഹീസ് ഹെൽത്തി. ഓക്കെ, അപ്പൊ ചില ആൾക്ക് നല്ല തണ്ടും തടിയിലും ചിലപ്പോൾ വെള്ളം ഉണ്ടാവില്ല, ചിലപ്പോൾ മസിൽ കുറവായിരിക്കും, ചിലപ്പോൾ എല്ല് കൂടുതലുണ്ടായിരിക്കും. പക്ഷെ അവസാനത്തെ കോളം നോക്കിയാൽ ഏകദേശം നമുക്ക് അറിയാൻ പറ്റും. ഈ SMR എത്ര, സ്കെലിറ്റൽ മസിൽ റേഷ്യോ എത്ര കൂടുന്നോ ഈ വിൽ ബി ഹെൽത്തി. ഓക്കെ, മറ്റെന്ത് അസുഖം ഉണ്ടെങ്കിലും അസുഖത്തെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ അതിലുണ്ടോ. ഇതിനെ കൂട്ടാനാണ്, ഇതിനെ കറക്റ്റ് ചെയ്യാനാണ് നമ്മൾ ഈ പറയുന്ന ഫുഡ് സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. ഇനി കുറച്ച് പൊതുവായുള്ള നിർദ്ദേശങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. വെളുത്ത കുറെ വസ്തുക്കളുണ്ട്, പഞ്ചസാര, പരമാവധി ബേക്കറി സാധനങ്ങൾ ഒഴിവാക്കുക. 100% ഒഴിവാക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷെ പരമാവധി ഒഴിവാക്കുക. ഒരു രോഗാവസ്ഥയിൽ നോൺ വെജ് ഒഴിവാക്കുക. കാരണം നോൺ വെജ് ബേസിക്കലി മനുഷ്യന്റെ ഭക്ഷണമല്ല. മനുഷ്യനുണ്ടായത് കുരങ്ങിനിൽ നിന്നാണെന്ന് പരിണാമ സിദ്ധാന്തം വ്യക്തമായി പറയുന്നുണ്ട്. ആ കുരങ്ങന്റെ അതേ ദഹനവ്യൂഹമാണ് മനുഷ്യനുള്ളതെങ്കിൽ കുരങ്ങനൊരിക്കലും നോൺ വെജ് കഴിക്കില്ല. അത് പ്രകൃതിയിൽ അടങ്ങിയ ഫലമൂലങ്ങൾ മാത്രമേ കഴിക്കുന്നുള്ളൂ. അപ്പൊ മനുഷ്യന്റെ ഭക്ഷണം അത് തന്നെയാണ്. ഇത് കേൾക്കുന്ന പലർക്കും ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാവും, സാരില്ല. രോഗാവസ്ഥയിൽ ബെറ്റർ ടു അവോയ്ഡ്. ഇനി വല്ലപ്പോഴും കഴിക്കണമെങ്കിൽ കഴിച്ചോളൂ, അതിന്റെ കൂടെ ധാരാളം വേവിക്കാത്ത പച്ചക്കറികൾ കഴിച്ചോളൂ.
പണ്ട് കാലത്തൊക്കെ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ കോഴിക്കറി വെക്കുമ്പോൾ, കോഴിയിറച്ചി വെക്കുമ്പോൾ അതിന്റെ കൂടെ കുമ്പളങ്ങ കൊണ്ടൊരു കറി വെക്കും. കോഴിയിറച്ചി 100% അസിഡിക്കാണ്, കുമ്പളങ്ങ 100% ആൽക്കലൈൻ. ആസിഡും ആൽക്കലയും കൂടി ന്യൂട്രലൈസ് ചെയ്ത് അതിന്റെ ഇല്ല എഫക്ട് ഇല്ലാണ്ടാക്കും. അപ്പൊ കോഴിക്ക് കുമ്പളങ്ങ, കാളയ്ക്ക് കായ, പന്നിക്ക് ചേന എന്ന് പണ്ടത്തെ ആളുകൾ പറയുന്നത് അവർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് പഠിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അവരുടെ അനുഭവങ്ങളെ നമ്മൾ ശരിക്കും വിലക്കെടുക്കണം. ഇപ്പൊ നോൺ വെജ് കഴിക്കണം എന്നല്ല പറഞ്ഞു, എപ്പോഴും കഴിക്കണം. ഇങ്ങനൊരു ശീലം നമ്മൾ ഫോളോ ചെയ്യുക. മലയാളികൾ മാത്രമാണ് റോ വെജിറ്റബിൾസ് കഴിക്കാത്തത്. വളരെ അപൂർവം ആളുകളെ അത് കഴിക്കുന്നുള്ളൂ. നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള സിംപ്ലസ്റ്റ് മെത്തേഡാണ് ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും അതിന്റെ കൂടെ കുറച്ച് വേവിക്കാത്ത പച്ചക്കറികൾ, ക്യാരറ്റ്, കുക്കുംബർ, ബീറ്റ്റൂട്ട്, കോവയ്ക്ക, തക്കാളി, മൂക്കാത്ത വെണ്ടക്കായ, മുളപ്പിച്ച ചെറുപയറ്, തേങ്ങ, ഇതൊക്കെ ഇഷ്ടം പോലെ കഴിച്ചോളൂ. വീട്ടിലൊരു ചമ്മന്തി, രാവിലെ ദോശയ്ക്ക് ചമ്മന്തി ഉണ്ടാക്കും, ചട്നി ഉണ്ടാക്കും. ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ അത് ചൂടാകുന്നില്ല, ചട്നി ഉണ്ടാക്കുമ്പോൾ ചൂടാകും. ചൂടാകുന്നത് ഒഴിവാക്കി പച്ചയായ ഭക്ഷണം കഴിക്കുക, ജീവനുള്ള ഭക്ഷണം കഴിക്കുക. ജീവനുള്ള ഭക്ഷണം നമ്മുടെ ജീവനെ കൂടുതൽ കാലം നിലനിർത്താൻ സഹായിക്കും. ബേക്കറി സാധനങ്ങൾ, നോൺ വെജ്, ഉപ്പ്, അലുമിനിയം പാത്രങ്ങൾ, ഒരു കാരണവശാലും വീട്ടിൽ അലുമിനിയം പാത്രങ്ങൾ പാടില്ല. നമുക്കറിയാം ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസിയാണ്, വളരെ വെയിറ്റ് കുറവാണ്. അലുമിനിയം ഈസ് കാർസിനോജനിക്, മീൻസ് വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് ക്യാൻസർ. തുടക്കത്തിലൊന്നും ഉണ്ടാവില്ല, പക്ഷെ അലുമിനിയം പാത്രത്തിലെ ഭക്ഷണം നിരന്തരമായി നിങ്ങൾ ഉപയോഗിച്ചോളൂ, മലബന്ധം ഉണ്ടാവും, അൾസർ ഉണ്ടാവും, അൾസറേറ്റീവ് കൊളിറ്റിസ് ഉണ്ടാവും, ട്യൂമർ ഉണ്ടാവും, പിന്നെ പതുക്കെ ഭാഗ്യമുള്ളവർക്ക് ക്യാൻസർ ആയിട്ട് മാറും. ഓൾവേസ് അവോയ്ഡ് അലുമിനിയം. പലരും പറയാറുണ്ട് വീട്ടിൽ എല്ലാം വെക്കുന്നത് അലുമിനിയം പാത്രത്തിൽ. എന്റെ അടുത്ത് വരുന്ന എല്ലാ പേഷ്യൻസിനോടും ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ വീട്ടിൽ അലുമിനിയം ഉണ്ടോ? ഉണ്ട്. അസുഖങ്ങൾ മാറില്ല. കാരണം ശത്രു പുറത്തല്ല, അകത്താണ്. എവിടെയാണ്? അടുക്കളയിലാണ്. സോ പ്ലീസ് അവോയ്ഡ്, ബിക്കോസ് ഇറ്റ് ഈസ് കാർസിനോജനിക്. ഞാൻ പറയുന്നതല്ല, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തോളൂ. വെള്ളത്തിലിരിക്കുന്ന കാര്യം പറഞ്ഞു. 30 മിനിറ്റ് വെള്ളത്തിലിരിക്കുമ്പോൾ ദഹനം നന്നാവും, ഗ്യാസ് ട്രബിൾ മാറും, പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങൾ മാറും. ഇനി പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നങ്ങൾ കൂടുതലുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അവർക്ക് നമ്മുടെ ന്യൂട്രിചാർജ് മെൻ ഉപയോഗിക്കാം. കാരണം അതിൽ സിങ്ക് എന്ന് പറയുന്ന മൂലകമുണ്ട്. നമ്മുടെ ഓൾ പ്രോ 3 തരം പ്രോട്ടീൻ അടങ്ങിയ, പ്രത്യേകിച്ച് മത്തംകുരു എടുക്കുന്ന പ്രോട്ടീൻ അടങ്ങിയ ഓൾ പ്രോ നമുക്ക് യൂസ് ചെയ്യാം. അതും ഈ പറഞ്ഞ പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങളെ മാറ്റാറുണ്ട്. ഇനി സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഹിബാത്ത് എടുക്കുമ്പോൾ കിട്ടുന്ന ഗുണം ആർത്തവ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. ധാരാളം ആളുകളോട് ഞാൻ പറയാറുണ്ട്, ഹാർഡ്ലി 1% വിൽ ഡു. കാരണം ആളുകൾ കരുതുന്നത് ഇതുകൊണ്ടൊക്കെ എന്താ മാറും? ഇതുകൊണ്ടേ മാറുള്ളൂ. കാരണം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള ഭാഗമാണ് അരക്കെട്ട്. ആ അരക്കെട്ടിന്റെ ചൂട് ഒന്നുകൂടി കൂടത്തക്ക രീതിയിലുള്ള വസ്ത്രധാരണമാണ് നമുക്കുള്ളത്. ധരിക്കുന്നത് കോട്ടൺ അല്ല, ലിനൻ അല്ല, മസ്ലീൻ അല്ല, ടെറിക്കോട്ടൺ അല്ല, മുഴുവൻ പോളിസ്റ്റർ വസ്ത്രങ്ങളാണ്. ധരിച്ച വസ്ത്രം മിനിമം 8, 9, 10 മണിക്കൂർ കഴിയാതെ ആരും അഴിച്ചിടില്ല. അപ്പൊ എന്താ സംഭവിക്കുക? ചൂട് കൂടി അരക്കെട്ടിന്റെ ചൂട് ഒന്നുകൂടി കൂടും. അപ്പൊ അരക്കെട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന അവയവങ്ങളുടെ പ്രവർത്തന ശേഷി കുറയും. അതിനെ മാറ്റാൻ അരമണിക്കൂർ വെള്ളത്തിലിരിക്കുക. ആലോചിച്ച് നോക്കൂ, ഒരു 50 വർഷം മുമ്പ് കുളത്തിൽ മുങ്ങി കുളിച്ച ഒരു സ്ത്രീക്കും യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, സിസേറിയൻ ഉണ്ടായിട്ടില്ല, ഗർഭപാത്രം ഇറങ്ങി വന്നിട്ടില്ല, മൂത്രാശയം ബ്ലാഡർ പുറത്തോട്ട് തള്ളി വന്നിട്ടില്ല. ശരിയല്ലേ? അപ്പൊ ആലോചിച്ച് നോക്കുക, വെള്ളം വളരെ ഗുണം ചെയ്യും. വെള്ളത്തിൽ ഇരിക്കുന്നത് അതിലേറെ ഗുണം ചെയ്യും. സ്ത്രീകൾ ആർത്തമുള്ള സമയത്ത് ഇരിക്കാൻ പാടില്ല. ഈ വെള്ളത്തിലിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എണീറ്റതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ച് തല കഴുകണം. ഇനി തല കഴുകാൻ നിങ്ങൾക്ക് പറ്റുന്ന സാഹചര്യമാണെങ്കിൽ തോർത്തുമുട്ട് നനച്ചു പിഴിഞ്ഞ് തലയിൽ കിട്ടുക. ഇപ്പൊ നല്ല ചൂടുള്ള സമയമാണ്. ആ ചൂടിനെ കുറയ്ക്കാനുള്ള ഒരു സിമ്പിൾ മെത്തേഡാണ് ഇത്. അരമണിക്കൂർ വെള്ളത്തിലിരുന്നോളൂ. ആ സമയത്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം, മൊബൈലൊക്കെ നോക്കാം. മൊബൈൽ വെള്ളത്തിൽ വീഴാതെ നോക്കിയാൽ മതി. ഓക്കെ. സ്ത്രീകൾ ആർത്തമുള്ള സമയത്ത് ഇരിക്കാൻ പാടില്ല. എണീറ്റതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ച് തല കഴുകണം. കാരണം നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതി, പാദങ്ങൾ ചൂടായിരിക്കണം, ശിരസ് തണുത്തിരിക്കണം, മധ്യഭാഗം സമശീതോഷ്ണം. ഇതാണ് ആരോഗ്യ ലക്ഷണം. അപ്പൊ വെള്ളം നന്നായിട്ട് കുടിക്കുകയും വെള്ളത്തിലിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. ഇപ്പൊ നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? തലയിൽ നമുക്ക് നമ്മുടെ കൂൾ ഓയിൽ ഉപയോഗിക്കാം. പേര് തന്നെ എന്താണ്? കൂൾ ഓയിൽ. ശിരസ് തണുപ്പിക്കുന്ന ഏറ്റവും വണ്ടർഫുൾ ആയ ഒരു പ്രൊഡക്റ്റ്. ഇപ്പോ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഞാൻ സംസാരിക്കുന്നത് ഈ ഓയിൽ അപ്ലൈ ചെയ്ത് കുളിച്ചതിന് ശേഷമാണ്. കാരണം രാവിലെ ഒരു ക്ലാസ്, അത് കഴിഞ്ഞിട്ട് ഒരു ക്ലാസ്, അത് കഴിഞ്ഞിട്ട് 10-14 പേഷ്യൻസുമായിട്ടുള്ള സംവാദങ്ങൾ, അത് കഴിഞ്ഞിട്ട് കുറെ ഓൺലൈൻ ആയിട്ട് പല പേഷ്യൻസുമായിട്ടുള്ള സ്പീച്ച്, എല്ലാം കഴിയുമ്പോൾ തല ചൂടാകും. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അവയവമാണ് കഴുത്തിന് മേലെ. അപ്പൊ എന്താ സംഭവിക്കുക? തല ചൂട്. ആ ചൂടായ തലയെ തണുപ്പിക്കാൻ നമ്മുടെ കൂൾ ഓയിൽ യൂസ് ചെയ്തു. വണ്ടർഫുൾ റിസൾട്ട്. സമയമുണ്ടെങ്കിൽ കുളിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് തലയോടിൽ തേച്ച് പിടിപ്പിച്ച് കുളിച്ചോളിന്. സമയമില്ലെങ്കിൽ കുളി കഴിഞ്ഞിട്ട് 2 തുള്ളി എടുത്ത് തലയിൽ ഭംഗിയായിട്ട് മസാജ് ചെയ്യുക. യു വിൽ ബി വെരി കംഫർട്ടബിൾ. നല്ല ഉറക്കം കിട്ടാനും അത് സഹായിക്കും. ഓക്കെ. അപ്പൊ വെള്ളം നന്നായിട്ട് കുടിക്കുക. ഓരോ 20 കിലോ ശരീരഭാരത്തിനും 1 ലിറ്റർ വെള്ളം കുടിക്കുക എന്നൊരു ശീലം. കിഡ്നി സംബന്ധമായ തകരാറുള്ള ആളുകളൊഴികെ എല്ലാവർക്കും അത് കഴിക്കാം, പ്രശ്നമൊന്നുമില്ല. അത്തരം കേസിൽ ഡോക്ടർ പറയും ഇത്ര ലിറ്റർ വെള്ളം കുടിക്കാൻ പാടുള്ളൂ, മറ്റെല്ലാവർക്കും ഉപയോഗിക്കാം. വെള്ളം നന്നായിട്ട് കുടിക്കുക. കാരണം ജീവൻ ഉണ്ടായത് വെള്ളത്തിൽ നിന്നാണ്, അല്ലെ? ആ വെള്ളത്തിന്റെ വാല്യൂ നമുക്കറിയില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളും സ്ത്രീകളും വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ വളരെ ബാക്കിലാണ്. അവരുടെ യൂട്രസ് റിലേറ്റഡ് പ്രശ്നങ്ങളുടെ നമ്പർ 1 റീസൺ ആണ് വെള്ളം കുടിക്കാതിരിക്കുകയും സമയാസമയങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കുന്നതും. ദെൻ
എക്സസൈസ് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ ഞാൻ പറഞ്ഞു. ലോങ് ബ്രീത്തിങ്, നാഡീശുദ്ധി പ്രാണായാമം അപ്പൊ ഏറ്റവും നല്ലതാണ്. ഇപ്പൊ ഇന്നത്തെ സമയത്ത് ധാരാളം ആളുകൾക്കുള്ള പ്രശ്നമാണ് മൂക്കിൽ ദശ വളരുക. കേട്ടിട്ടുണ്ടായിരിക്കും. ചെറുകടലാടി എന്ന് പറയുന്ന ചെടിയുടെ ഇല അരച്ച് മൂക്കിന്റെ രണ്ട് സൈഡിലോട്ട് കിടക്കുന്നത് നല്ലതാണ്. ചെറുകടലാടി പല ആളുകൾക്കും അറിയില്ല. പച്ചമരുന്ന് കടയിൽ കിട്ടില്ല. വീട്ടില് പഴയ മുതിർന്ന ആളുകൾ ഉണ്ടെങ്കിൽ, മീൻസ് ഏജ്ഡ് ആയിട്ടുള്ള വയസ്സായ ആളുകളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ആ ചെറുകടലാടി ഇല അരച്ച് കിടക്കുന്ന സമയത്ത് മൂക്കിന്റെ രണ്ട് സൈഡിൽ വിട്ടിട്ട് കിടന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് മൂക്കിന്റെ ഉള്ളിൽ ദശ പൊട്ടിപ്പഴുത്ത് അത് കംപ്ലീറ്റ് പുറത്തു പോകും. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ പഞ്ചതുളസി ഉപയോഗിച്ചിട്ട് ആവി പിടിക്കാം. വളരെ നല്ല റിസൾട്ട് കിട്ടും. പഞ്ചതുളസി 5 തരം തുളസി: കൃഷ്ണ തുളസി, രാമതുളസി, കർപ്പൂര തുളസി, കാട്ടുതുളസി, ശ്യാമതുളസി. ഇത് വെള്ളത്തിലൊഴിച്ച് അതിന്റെ ആവി പിടിക്കുന്നത് 2 മൂക്കിലൂടെയും മാറി മാറി ആവി പിടിക്കാം. പിന്നെ നമുക്ക് നാഡീശുദ്ധി പ്രാണായാമം ചെയ്യാം. വലത്തേക്ക് അതിന്റെ തള്ളവിരലും മോതിരവിരലും ഉപയോഗിച്ച് ഇടത്തെ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലോട്ട് എടുത്ത് വലത്തെ മൂക്കിലൂടെ പുറത്തോട്ട് വിടുകയും വലത്തെ മൂക്കിലൂടെ എടുത്ത് ഇടത്തെ മൂക്കിലൂടെ പുറത്തോട്ട് വിടുകയും ചെയ്യും. നാഡീശുദ്ധി പ്രാണായാമം ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നല്ലതാണ്. കുട്ടികൾ പഠിക്കാൻ മോശമാണെങ്കിൽ, അവർക്ക് മെമ്മറി പവർ കുറവാണെങ്കിൽ അവർക്ക് ന്യൂട്രിചാർട്ട് DHA ടിസ്റ്റ് കൊടുക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നാഡീശുദ്ധി പ്രാണായാമം പ്രാക്ടീസ് ചെയ്യാൻ പറയാം. അതുപോലെ തന്നെ അവർക്ക് ഭ്രാമരി പ്രാണായാമം, ഇതൊക്കെ എന്താണെന്നുള്ള യൂട്യൂബിൽ അടിച്ചാൽ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമുക്ക് കിട്ടും. അത് പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ ബ്രീത്തിങ് യോഗയൊക്കെ ചെയ്യുമ്പോൾ, യോഗ മീൻസ് ഇറ്റ് ഈസ് ജോയിനിങ് ദ ബോഡി ആൻഡ് മൈൻഡ്, അല്ലെ? എന്താണ് യോഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തെയും മനസ്സിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് യോഗ. യോഗ ചെയ്യാൻ എല്ലാവർക്കും യോഗ ഇല്ല. യോഗ ഉണ്ടെങ്കിൽ നിങ്ങളുടെ യോഗം നന്നാവും. ഓക്കെ, എക്സസൈസ് റെഗുലർ ആയിട്ട് ചെയ്യാം. ദെൻ അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും വെയിൽ കൊള്ളുക. നട്ടിച്ച വെയിൽ കൊള്ളരുത്. വെയിൽ കൊണ്ടാൽ ഇപ്പൊ ആകെ പ്രശ്നമാണ്. കാരണം അത്ര ചൂടാണ്. ഇപ്പൊ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണ്? രാവിലെ ഒരു 8 മണിക്ക് മുമ്പ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 8 മണിക്ക് മുമ്പ്, വൈകിട്ട് ഒരു 4:30 5 മണിക്ക് ശേഷമുള്ള ഇളം വെയിലും പോക്കുവെയിലും കൊള്ളുക. സൂര്യപ്രകാശം കൊണ്ട് മാറ്റാൻ പറ്റാത്ത ഒരു രോഗവും ഇല്ല. സർവ്വരോഗ സംഹാരിയാണ് വെയില്. ആലോചിച്ച് നോക്കുക. സൂര്യൻ ഒരാഴ്ച ലീവ് എടുത്താൽ പിന്നെ നമുക്ക് നമ്മൾ പെർമനന്റ് ലീവ് ആവും. അപ്പൊ സൂര്യപ്രകാശം കൊണ്ട് സർവ്വരോഗങ്ങളും മാറ്റാം. സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾ, മെമ്മറി സംബന്ധമായ പ്രശ്നങ്ങൾ, ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗങ്ങൾ, ഷുഗർ സംബന്ധമായ പ്രശ്നങ്ങൾ, ഹാർട്ടിനുണ്ടാകുന്ന ബ്ലോക്കുകൾ, കംപ്ലീറ്റ് കാര്യങ്ങൾക്കും വെയിൽ നല്ലതാണ്. വെയിൽ കൊള്ളുക. ഡെയിലി അങ്ങനെ കൊള്ളുന്ന ഒരു ശീലം നമ്മൾ ഡെവലപ്പ് ചെയ്യുക. നമ്മൾക്കോ പറ്റിയില്ല, നമ്മുടെ മക്കളെങ്കിലും നമ്മുടെ വരും തലമുറയിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുക. ഓക്കെ, ഇപ്പൊ വെയിൽ കൊണ്ട് മാറ്റാൻ പറ്റാത്ത ഒരു രോഗവും ഇല്ല. ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ എവറിത്തിങ്, സൺ ബാത്ത്. ദെൻ ഒരു 10 മിനിറ്റെങ്കിലും മണ്ണിലൂടെ ചെരുപ്പിടാതെ നടക്കുക. വാക്ക് ഓൺ ബെയർ ഫുട്ട്. കാരണം കൈയിനടിയിലും കാലിനടിയിലും ഒരുപാട് പ്രഷർ പോയിന്റുകൾ ഉണ്ട്. ആ പ്രഷർ പോയിന്റുകൾ ആക്റ്റീവ് ആക്കാൻ നമ്മൾ മണ്ണിലൂടെ നടന്നാൽ മതി. സോ ഒരു 10 മിനിറ്റ് മണ്ണിലൂടെ നടക്കുന്ന ഒരു ശീലം നമ്മൾ കൊണ്ടുവരിക. വീടിന്റെ ഉള്ളിൽ നമ്മൾ മൊസൈക്ക് ഇട്ടു, ടൈൽസ് ഇട്ടു, മാർബിൾ ഇട്ടു, ഉമ്മറത്ത് അല്പം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഇന്റർലോക്ക് കട്ട പതിക്കും. അതിനിടയിൽ കൂടെ ഒരു ചെടികൾ എടുത്തു വന്നാൽ അത് വലിച്ചെടുത്ത് അവിടെ കോൺക്രീറ്റ് ഇട്ട് കൊത്തും, അല്ലെ? കോൺക്രീറ്റ് സൗധങ്ങൾക്കിടയിൽ നമ്മൾ ജീവിക്കുകയാണ്. മണ്ണുമായിട്ടൊരു ബന്ധം ഉണ്ടാവട്ടെ. മണ്ണിന് ഒരുപാട് ക്യൂറേറ്റീവ് പവേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ, ഈ പറയുന്ന പ്രൊഡക്റ്റിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറും. ഒരു നേരത്തെ ഭക്ഷണം, മേക്ക് എ ഹാബിറ്റ്സ്. നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം പുറമേ ഒരു ശക്തി വിചാരിച്ചാലും നടക്കില്ല. നമ്മൾ തന്നെ വിചാരിക്കണം. ഒരു നേരത്തെ ഭക്ഷണം, പഴങ്ങൾ അല്ലെങ്കിൽ വേവിക്കാത്ത പച്ചക്കറികൾ കഴിക്കുക. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രത്യേകിച്ച് ഷുഗർ പേഷ്യൻസ് പഴങ്ങൾ കഴിക്കേണ്ട, അവർ വേവിക്കാത്ത പച്ചക്കറികൾ കഴിച്ചോളൂ, സാലഡ് കഴിച്ചോളൂ. ഇനി ഇതൊന്നും കഴിക്കാൻ പറ്റില്ലെങ്കിൽ വയറ് നിറച്ച് തേങ്ങ കഴിച്ചോളൂ. തേങ്ങ സമ്പൂർണ്ണ ഭക്ഷണമാണ്. പക്ഷെ തേങ്ങ ആട്ടിക്കൊണ്ടുവരുന്ന വെളിച്ചെണ്ണ നല്ലതാണ്. പക്ഷെ അത് ഒന്നിലധികം തവണ ചൂടാക്കി ഉപയോഗിച്ചാൽ അതിൽ ട്രാൻസ് ഫാറ്റി ആസിഡ് ഉണ്ടാവും. സോ ഈ ഒരു ശീലം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സർവ്വ പ്രശ്നങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റും. സോ RCM എന്ന പ്രസ്ഥാനത്തിൽ ഒരുപാട് സെഗ്മെന്റിൽ പ്രൊഡക്റ്റുകൾ ഉണ്ട്. അമിതവണ്ണമുള്ള ആൾക്ക് തടി കുറയ്ക്കാനുള്ളതുണ്ട്, തീരെ മെലിഞ്ഞ ആളുകൾക്ക് തടി കൂട്ടാനുള്ളതുണ്ട്, സീരിയസ് ആയിട്ട് എല്ലുതേയ്മാനമുള്ള ആളുകൾക്ക് മുട്ടിന്റെ ചിരട്ടയൊക്കെ മാറ്റിവെക്കേണ്ട കേസുകൾ വരെ ഓപ്പറേഷൻ ഇല്ലാണ്ട് സുഖപ്പെടുത്താൻ പറ്റുന്ന ന്യൂട്രിചാർട്ട് BJ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അരിയുടെ തവിടുന്നെടുക്കുന്ന ഗാമോറൈസനോള്. 24ഓളം അസുഖങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഈ പ്രൊഡക്റ്റ് പാശ്ചാത്യ നാടുകളിൽ ഒരു ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇന്ത്യയിൽ ഇതൊരു ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആണ്. ആൻഡ് വി ആർ ലക്കി ഇനഫ് ദാറ്റ് ഇറ്റ് ഈസ് വിത്ത് അസ്. നമ്മുടെ കൂടെയുണ്ട്, അല്ലെ? രാവിലെയും വൈകിട്ട് ഒരെണ്ണം കഴിച്ചോളൂ. ഇതുകൊണ്ട് ഞാൻ പറഞ്ഞ എണ്ണയ്ക്ക് കിട്ടുന്ന എല്ലാ ഗുണങ്ങളും, നമ്മുടെ റൈസ് ബ്രാൻ ഓയില് ബേസിക്കലി അതിൽ അടങ്ങിയിട്ടുള്ള കണ്ടന്റ് 3 പ്രധാനപ്പെട്ട ആന്റി ഓക്സിഡന്റുകളാണ്: ഒറൈസനോൾ, ടോക്കോട്രിനോൾ ആൻഡ് ടോക്കോഫിറോൾ. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഇത് തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നമുള്ള ആളുകൾക്ക് പോലും ഇത് ഹൈപ്പോതൈറോയിഡിസത്തിനെ കുറച്ച് TSH ലെവലൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് നോർമലാക്കി കൊണ്ടുവരാൻ സഹായിക്കും. ഉറക്കമില്ലാത്ത ആളുകൾക്ക്, 18 വർഷമായിട്ട് ഉറക്കമില്ലാതിരുന്ന ഒരു ലേഡി ഫ്രം മുംബൈ ഞാൻ കണ്ടിട്ടില്ല. ആരോ പറഞ്ഞു വിളിച്ചു, ഞാനിത് സജസ്റ്റ് ചെയ്തു. ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം അവർ പറഞ്ഞു നല്ല ഉറക്കം. ഇനി ഇതുകൊണ്ടും മതിയാവുന്നില്ലെങ്കിൽ നമുക്ക് ന്യൂട്രിചാർജ്
DHA 200 രാത്രി 2 കഴിച്ച് കിടന്നോളൂ, വണ്ടർഫുൾ ആയുള്ള റിസൾട്ട് കിട്ടും. കണ്ണിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമുക്ക് ന്യൂട്രിചാർട്ട് വ്യൂ ഉണ്ട്. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇതുകൊണ്ട് പരിഹരിക്കാം. ഇനി കുട്ടികളാണെങ്കിൽ പോലും നമുക്ക് ആൾട്ടർനേറ്റ് ഡേയ്സിൽ നമുക്ക് ഇത് കൊടുത്ത് കണ്ണിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കും. ന്യൂട്രിചാർട്ട് വ്യൂ ല്യൂട്ടീനും സിയോസാന്തിനും ചേർത്ത ഈ ഒരു പ്രൊഡക്റ്റ് ഡെയിലി ഒരെണ്ണം രാത്രി കിടക്കുന്ന സമയത്ത് കഴിച്ചുള്ളൂ. അതിന്റെ കൂടെ DHA കൂടി കഴിച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അപ്പോ ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമുക്ക് നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്, പോഷക സമൃദ്ധമായ ഭക്ഷണം കിട്ടുന്നുണ്ട്, അൺഅഡൾട്ടഡ് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ഹാനികരമായ രാസവസ്തുക്കളോ പ്രിസർവേറ്റീവ്സോ ഇല്ലാത്ത ഭക്ഷണങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മൾ കണ്ടെത്തുക, ഉപയോഗിക്കുക. ഇതാ ഇവിടെ ഒരു അനാർദാന ഗോലി ഉണ്ട്. അനാർദാന ഗോലി വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഓരോ പ്രൊഡക്റ്റുകളും വർഷങ്ങളായിട്ട് മൂലക്കുരു ഉണ്ടായിരുന്ന ഒരു ലേഡി വർഷങ്ങളായിട്ട് 2 ആഴ്ച ഉപയോഗിച്ചപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ മാറി. വേറെ ഒന്നുമില്ല, മാതളനാരങ്ങയുടെ സത്തിന്റെ കൂടെ 10-12ഓളം ആയുർവേദ ചേരുവകൾ ചേർത്തുണ്ടാക്കിയ വളരെ നിസാര വിലയുള്ള ഈ ഒരു പ്രൊഡക്റ്റിലെ ഗുളിക മിഠായി പോലെ 3 നേരം വായിൽ അലിച്ച് കഴിച്ചു. അതൊന്നും ചെയ്യേണ്ടി വന്നില്ല, മാറി. ഇത്രയേ ഉള്ളൂ. അപ്പൊ നല്ല ഭക്ഷണമാണ് നല്ല ആരോഗ്യം നൽകുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചൂടുമായി മല്ലിടുകയാണ് അല്ലെ. പെട്ടെന്ന് ഉയർക്കും, ശരീരത്തിലെ ഇലക്ട്രോലൈറ്റുകളൊക്കെ നഷ്ടപ്പെടും, സോഡിയം പൊട്ടാസ്യം ഒക്കെ പോകും. അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? അറ്റ്ലീസ്റ്റ് 1 അങ്ങേയറ്റം 2 ഡെയിലി കഴിക്കാം. നമ്മൾ സാധാരണ വിയർത്തതിന് ശേഷം നമ്മൾ വെള്ളം കുടിക്കാറുണ്ട്. വെള്ളം കുടിക്കുമ്പോൾ വെള്ളം മാത്രമാണ് റീപ്ലേസ് ചെയ്യപ്പെടുന്നുള്ളൂ, ഒരിക്കലും ഇലക്ട്രോലൈറ്റുകൾ റീപ്ലേസ് ചെയ്യപ്പെടുന്നില്ല. അതിനെ റീപ്ലേസ് ചെയ്യാൻ സഹായിക്കുന്ന, എനർജി ലെവൽ കൂട്ടാൻ സഹായിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാം. പ്രത്യേകിച്ച് മത്സര വേദികളിൽ മത്സര പരീക്ഷകൾ എഴുതുന്ന കുട്ടികൾക്ക്, പഠിക്കാൻ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക്, തീരെ ചെറിയ കുട്ടികളല്ല, കുറച്ച് മുതിർന്ന കുട്ടികള്, അതുപോലെ കോമ്പറ്റീഷന് പോകുന്നത്, ഇപ്പൊ നൃത്തം പോലെയുള്ള ഇതിലൊക്കെ ഇഷ്ടംപോലെ പെൺകുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പങ്കെടുക്കുന്നുണ്ട്. അവർക്കൊക്കെ കൊടുക്കാം. ലോങ് ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക്, ട്രക്ക് ഡ്രൈവേഴ്സ്, അത്തരം ആളുകൾക്കൊക്കെ ഇത് നല്ലതാണ്. എല്ലാവർക്കും നല്ലതാണ്, പ്രത്യേകിച്ച് നമുക്ക് നല്ലതാണ്. കാരണം നമ്മൾ കണ്ടിന്യൂസ് സംസാരിക്കുന്ന ആളുകളാണ്, എപ്പോഴും എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ധാരാളം ഉണ്ട്. അതിനെയൊക്കെ പരിഹരിക്കാൻ നമ്മുടെ ഒരു ഉദർസഫയുണ്ട്. നമ്മള് നാട്ടിൻപുറത്ത് പണ്ട് കാലത്തൊക്കെ ഒരു വൈദ്യരെ ചെന്ന് കണ്ടാൽ വയറിന് ശോധനയില്ലെങ്കിൽ വൈദ്യര് പറയുന്ന ഒന്നുണ്ട്, എന്ത് ത്രിഫല ചൂർണം കഴിക്കാൻ പറയും, നെല്ലിക്ക, നാണിക്ക, കിടക്ക. ആ ത്രിഫലയുടെ കൂടെ 8ഓളം പച്ചമരുന്ന് ചേർത്തുണ്ടാക്കിയ ഉദർസഫ അത്താഴം കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് 2 ടീസ്പൂൺ 1 ഗ്ലാസ് ഇളം ചൂടുള്ളതിൽ മിക്സ് ചെയ്ത് കഴിക്കുള്ളൂ. ആർക്കും കഴിക്കാം, അതിന് പ്രത്യേകിച്ച് കണ്ടീഷനൊന്നുമില്ല, വയറ് ക്ലീൻ ആവും. ഇനി കടുത്ത മലബന്ധമാണ്, ഇതുകൊണ്ട് പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഒരു 2 ടീസ്പൂൺ ആവണക്കെണ്ണ 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് അല്പം ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു 1/4 ഭാഗം ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ സാധാരണ കേസുകളൊക്കെ ക്ലിയർ ആവും. റെഗുലർ ആയിട്ട് കഴിക്കേണ്ടി വരും. ഒരു ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ ആണ്, കുറച്ച് കാലം റെഗുലർ ആയിട്ട് കഴിക്കേണ്ടി വരും. അപ്പോ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്നല്ല, പോഷകാഹാരം. നമ്മുടെ നാട്ടിൽ പ്രതിരോധശേഷി കൂട്ടാൻ സാധിച്ചു കഴിഞ്ഞാൽ സർവ്വരോഗങ്ങളെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതിനെ സഹായിക്കുന്ന ഒരു ഘടകം, ഒരു കണ്ടന്റ് ആണ് ന്യൂട്രിചാർട്ട് S5 സൂപ്പർ 5 ഔഷധികൾ, കരിഞ്ജീരകം, ആര്യവേപ്പ്, തുളസി, കറ്റാർവാഴ, പുതിന തുടങ്ങി 5ഓളം ഔഷധികൾ ചേർത്തുണ്ടാക്കിയ ഇത് ഞാൻ പലർക്കും സജസ്റ്റ് ചെയ്യാറുണ്ട്. പനി വരുമ്പോൾ, ചുമ വരുമ്പോൾ, ജലദോഷം വരുമ്പോൾ, തുമ്മൽ വരുമ്പോൾ, ആസ്മ വരുമ്പോൾ, അലർജി വരുമ്പോൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാം. തീരെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കേണ്ട, ഗർഭിണികൾക്ക് കൊടുക്കേണ്ട, മുലയൂട്ടുന്ന അമ്മമാർക്ക് കൊടുക്കേണ്ട, പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവർക്ക് കൊടുക്കേണ്ട, മറ്റെല്ലാവർക്കും കഴിക്കാം. ഈ കൊറോണയെ 100% കൊറോണയിൽ നമുക്ക് പ്രൊട്ടക്ഷൻ തന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്, സൂപ്പർ ന്യൂട്രിചാർട്ട് S5. സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ചിന്താ വിഷയമായി കൊണ്ടിരിക്കുകയാണ്. കാരണം ഏത് ആശുപത്രിയിൽ പോലും സ്ത്രീകളുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ്. അവരെ ആശുപത്രിയിൽ നിന്ന് അകറ്റി നിർത്താൻ സഹായിക്കുന്നു. ഞാൻ ആ വാക്ക് തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. കാരണം ഒരു സ്ത്രീയുടെ ആരോഗ്യമാണ് ഒരു കുടുംബത്തിന്റെ ആരോഗ്യം, ആ കുടുംബത്തിന്റെ ആരോഗ്യമാണ് ഒരു സമൂഹത്തിന്റെ ആരോഗ്യം, ഒരു സമൂഹത്തിന്റെ ആരോഗ്യമാണ് ഒരു രാഷ്ട്രത്തിന്റെ ആരോഗ്യം. ഒരു രാഷ്ട്രത്തിന്റെ ആരോഗ്യം നല്ല രീതിയിൽ മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ ആരോഗ്യവതിയായിരിക്കും. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങളിൽ, RCM എന്ന പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായ ഒന്നാണ് സ്ത്രീ ശാക്തീകരണം. സ്ത്രീക്ക് ശക്തി വേണമെങ്കിൽ അവർ ആദ്യം ഹെൽത്തി ആയിരിക്കണം. ആ ഹെൽത്തി ആക്കാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ന്യൂട്രിചാർട്ട് വുമൺ. ഏകദേശം 50 പോഷകങ്ങൾ അടങ്ങിയ 13 വൈറ്റമിൻസും 13 മിനറൽസും 13 പഴങ്ങളുടെ സത്തും 6ഓളം ബൊട്ടാണിക്കൽസും 5ഓളം അമിനോ ആസിഡുകളും ചേർത്തുണ്ടാക്കിയ പ്രൊഡക്റ്റ് ഒരു സ്ത്രീയുടെ 60% ആരോഗ്യ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ പര്യാപ്തമാണ്. എന്നാൽ ഇതൊരു മരുന്നല്ല, ഇതൊരു പോഷകാഹാരമാണ്. പോഷകാഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലിമെന്റിങ് ദ ഫുഡ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിന് കിട്ടാത്ത പോഷകങ്ങളെ നേരിട്ട് എത്തിക്കുന്നു. ഈ ന്യൂട്രിചാർട്ട് വുമൺ റെഗുലർലി കഴിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും 21 മില്ലിഗ്രാം അയൺ ഭക്ഷണത്തിലൂടെ കിട്ടുമ്പോൾ അവർക്കുണ്ടാകുന്ന വിളർച്ച, ക്ഷീണം, അനീമിയ പോലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കും. ആരോഗ്യവതിയായ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ 21 മില്ലിഗ്രാം അയൺ ഓരോ ദിവസവും കിട്ടണം. അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ അവർ 1 കിലോ ചീര കഴിക്കണം. 1 കിലോ ചീര കഴിച്ചാൽ കിട്ടുന്ന അത്രയും അയൺ ഈ ന്യൂട്രിചാർട്ട് വുമണിൽ അടങ്ങിയിട്ടുണ്ട്.
ഇത് റെഗുലർലി കഴിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഷീ വിൽ ബി വെരി ഹെൽത്തി, വെരി ആക്റ്റീവ്, വെരി എനർജറ്റിക്. ഇനി നമ്മുടെ ശരീരത്തിൽ HB ലെവൽ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഓരോ 28 ദിവസത്തിലും നടക്കേണ്ട 28 ± 2 ദിവസത്തിൽ നടക്കേണ്ട ആർത്തവം കൃത്യമായിട്ട് വരില്ല. കാരണം ഓരോ ആർത്തവത്തിലും 80 മുതൽ 150 മില്ലി ബ്ലഡ് ആർത്തവ രക്തമായിട്ട് ശരീരത്തിൽ നിന്ന് പുറത്തു പോകണം. അത്രയും രക്തം ഉൽപ്പാദിപ്പിക്കാനുള്ള അയൺ ഭക്ഷണത്തിലൂടെ ശരീരത്തിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ശരീരം ഈ പരിപാടി നീട്ടിവെക്കും. ഈ നീട്ടിവെക്കുന്നതിനെ നമ്മൾ പറയുന്നതാണ് പീരീഡ് ഇറഗുലർ ആകും. അപ്പൊ ഇറഗുലർ ആയിട്ട് പീരീഡ് വരാനുള്ള കാരണം എന്താണ്? ഈ ഒറ്റ കാരണമാണല്ലോ, ന്യൂട്രിചാർജ് വുമൺ മിസ് അതിലടങ്ങിയിട്ടുള്ള ഇറഗുലർ ആയിട്ട് പീരീഡ് വരാനുള്ള കാരണം നമ്മുടെ ശരീരത്തിലെ HB ലെവൽ കുറയുന്നതാണ്, അയൺ കണ്ടന്റ് കുറയുന്നത്. അതിനെ കറക്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. 2-3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ലേഡി കഴിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 99% കേസിൽ ഇത് കറക്റ്റ് ആവുന്നുണ്ട്. കാരണം ഇത് കൊടുത്തതിന്റെ 1000കണക്കിന് ആളുകൾ റിസൾട്ട് എനിക്ക് നേരിട്ട് കിട്ടി. അപ്പോൾ ഇറഗുലർ ആയിട്ട് വരുന്ന പീരീഡ് അതില്ലാത്ത സ്ത്രീകളില്ല. ഒരു 12 മുതൽ 50 വയസ്സുള്ള സ്ത്രീകൾ ഓൾമോസ്റ്റ് എവരിബഡി ഈസ് ഹാവിംഗ് ദ സെയിം പ്രോബ്ലം. അപ്പോൾ ആർത്തവ സംബന്ധമായ ഇറഗുലർ ആയിട്ട് വരുന്ന പീരീഡിനെ കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു ബെനിഫിറ്റ്, ചില സ്ത്രീകൾക്ക് പീരീഡ് 2, 3, 4, 5 മാസം കൂടുമ്പോൾ വരും. വന്നാലോ 5 മാസത്തെ ആർത്തവം ഒറ്റയടിക്ക് നടക്കും. 10-15 ദിവസം കണ്ടിന്യൂസ് തന്നെ ഹെവി ബ്ലീഡിങ്. അതിനെ കൺട്രോൾ ചെയ്യാൻ, കറക്റ്റ് ചെയ്യാൻ, നിർത്താൻ ഇത് സഹായിക്കും. 3 കാര്യങ്ങളാണ് ഈ അയൺ കണ്ടന്റ് മാത്രം വന്നതിലൂടെ നമുക്ക് കിട്ടുന്നത്. പിന്നെയോ ഒരു ഗ്ലാസ് നല്ല പാല്, നല്ല പശുവിൻ പാല്, പുല്ലും വൈക്കോലും തിന്നു കഴിയുന്ന നാടൻ പശുവിന്റെ പാല് 300 മില്ലി കുടിച്ചാൽ അതിൽ നിന്ന് 200 മില്ലിഗ്രാം മിൽക്ക് കാൽസ്യം കിട്ടുമെങ്കിൽ അത്രയും കാൽസ്യം ഈ ഒറ്റ ഗുളികയിലുണ്ട്. റെഗുലർലി കഴിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസ്ഥി സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ, മുട്ടുവേദന, പുറം വേദന, നടുവേദന, ഇടുപ്പ് വേദന, കുനിയാൻ വയ്യ, നിവരാൻ വയ്യ, മടങ്ങാൻ വയ്യ, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അതുകൊണ്ട് മാറും. 2-3 മാസം കൊണ്ട് മാറും. കാരണം നമ്മുടെ ബോഡിക്ക് ആൾമോസ്റ്റ് 100% അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന മിൽക്ക് കാൽഷ്യം ആണ് ഇതിലുള്ളത്. ഇനി ധാരാളം സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ് പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം. മാസമുറ വരുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന വയറുവേദന, പിരിമുറുക്കം, അമിതമായ വിയർപ്പ്, ദേഷ്യം, ഇറിറ്റേഷൻ, മൈഗ്രെയിൻ. പല പെൺകുട്ടികളും സ്കൂളിലൊക്കെ വെച്ച് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഛർദി, മൈഗ്രെയിൻ. പിന്നെ ടീച്ചർമാരെ കുട്ടികളെ വണ്ടിയിൽ കയറ്റി വീട്ടിലെത്തിക്കുന്നു. ചില പാരന്റ്സിനെ സ്കൂളിലോട്ട് വിളിക്കുന്നു. ഈ എന്റെ മുന്നിലിരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ ഇതിൽ സ്റ്റാർ ഫ്ലവർ എന്ന് പറയുന്ന ഒരു പൂവിന്റെ സത്തുണ്ട്. നക്ഷത്ര പൂവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പൂവിന്റെ സത്ത് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. റെഗുലർലി യൂസ് ചെയ്യുമ്പോൾ 2-3 മാസം ഈ പ്രശ്നം പരിഹരിക്കാം. എനിക്കറിയാം 100 കണക്കിന് നേരിട്ടുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. എല്ലാവർക്കും എല്ലാ റിസൾട്ടും കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷേ 95% കൂടുതൽ ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, ഇനിയും കിട്ടും, നോ ഡൗട്ട്. അപ്പോ നമ്മുടെ നാട്ടില് സ്ത്രീകൾക്ക് യൂട്രസിൽ കുരുക്കളും മുഴകളും ഉണ്ടാകുന്നതിന്റെ കാരണം പറഞ്ഞു. ആ കുരുവിന്റെ വളർച്ചയെ തടയാൻ സഹായിക്കുന്ന ഈവനിങ് പ്രിമറോസ് എക്സ്ട്രാക്ട്, 4 മണിപ്പൂവിന്റെ സത്ത്, അതുപോലെ തന്നെ PCOD, പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം, പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് തുടങ്ങിയുള്ള പ്രശ്നങ്ങളെ ഒരു പരിധിവരെ പരിഹരിക്കാനും ഈ യൂട്രസിൽ ഉണ്ടാകുന്ന കുരുക്കൾ അല്ലെങ്കിൽ മുഴകളുടെ വളർച്ചയെ തടയാനും സഹായിക്കുന്നതാണ് ഈവനിങ് പ്രിമറോസ് 4 മണിപ്പൂ. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ഒരു ലേഡി എന്നെ കാണാം. ഒരു ഹോസ്പിറ്റൽ സ്റ്റാഫാണ്. ഞാൻ അവരെ കണ്ടിട്ടില്ല. ഏകദേശം ഒരു 6-7 മാസം മുമ്പ് അവരെന്നെ വിളിച്ചിരുന്നു. അവർക്ക് യൂട്രസിൽ മുഴയുണ്ട്, ഓവറിയിൽ മുഴയുണ്ട്. ഡോക്ടർ പറഞ്ഞു അത് ഓപ്പറേറ്റ് ചെയ്ത് കളയണം. അവര് ആരോ പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ ഇത് സജസ്റ്റ് ചെയ്തു. ഇന്ന് വന്നപ്പോ അവര് പറയാണ്, ഇപ്പോ സ്കാൻ ചെയ്ത് നോക്കി, നോ സിസ്, നോ മീൻസ് ഓവറിയിലും സിസ്റ്റ് ഇല്ല, യൂട്രസിലും വേറെ ഒന്നുമില്ല. അപ്പൊ ഇത്രയും ബെനിഫിറ്റ് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ടായിട്ട് നമ്മൾ ഒരാളോട് പറഞ്ഞില്ലെങ്കിൽ ഇത് അതിലും വലിയൊരു പാതകം വേറെയില്ല. അപ്പോ ഇത് അയൺ സമൃദ്ധമാണ്. കാൽഷ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, സിങ്ക്, മോളിബ്ഡിനം. ലോകാരോഗ്യ സംഘടന പറയുന്ന കണക്കനുസരിച്ച്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ NIN പറയുന്ന കണക്കനുസരിച്ച്, RDA അനുസരിച്ച് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ എന്തൊക്കെ വേണം അതൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ 13 തരത്തിലുള്ള പഴങ്ങൾ. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ പൊതുവെ കൂടി വന്നാൽ ഒരു ദിവസം 1 പഴം കഴിക്കും, ഇങ്ങേറ്റ 2 പഴം. പക്ഷേ ഭൂരിപക്ഷം പേര് 1 പഴവും കഴിക്കാത്തവരാണ്. ആ സാഹചര്യത്തിൽ ഇതില് 13 തരത്തിലുള്ള പഴങ്ങൾ, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, സ്ട്രോബെറി, ചെറി, മാംഗോസ്റ്റീൻ, ആപ്രിക്കോട്ട്, അവോക്കാഡോ, കിവി, പൈനാപ്പിൾ, നോനി തുടങ്ങി 13 തരത്തിലുള്ള പഴങ്ങളുടെ സത്ത്, ഓരോന്നിനും ഓരോ റിസൾട്ട്. ഇതൊക്കെ റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ല പരിഹാരം. ലുക്കോറിയ അല്ലെങ്കിൽ വെള്ളപോക്ക് എന്ന് പറയുന്ന അസുഖത്തിന് വണ്ടർഫുൾ ആയിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട്. സ്കിന്നിന് നാച്ചുറൽ ആയിട്ട് കളർ കിട്ടാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും വളരെ ആക്റ്റീവ് ആൻഡ് എനർജറ്റിക് ആയിട്ട് ഒരു സ്ത്രീയെ നിലനിർത്താനും അങ്ങനെ സ്ത്രീയുടെ ശക്തിയെ ഉണർത്താനും അങ്ങനെ ഒരു രാഷ്ട്രത്തെ മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ഒരു മാജിക്കൽ പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് വുമൺ. സോ ഇത് കേൾക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവര് അത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ സത്യം മാത്രം പറയാം. സത്യം വധ ധർമ്മം ചര. ആർസ്യം എന്ന ബിസിനസ് ഇതൊരു ബിസിനസ് അല്ല, ഇതൊരു ജീവിതമാണ്, ജീവിത ശൈലിയാണ്, ജീവിത രീതിയാണ്, ജീവിത മാർഗമാണ്, ജീവിത ഉപാധിയാണ്. ഇവിടെ സത്യം മാത്രം പറഞ്ഞാൽ ഒരു നുണയും പറയണ്ട. അതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയൊരു
ഒമേഗ 3 കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മുടെ ശരീരത്തിന് സ്വയം ഉത്പാദിപ്പിക്കാൻ പറ്റാത്തതും എന്നാൽ ഭക്ഷണത്തിലൂടെ വേണ്ടത്ര അളവിൽ കിട്ടാത്തതുമായ ഈ ഒരു ഒമേഗ മാജിക്കൽ പ്രൊഡക്ഷൻ, ഇത് അടി തൊട്ട് മുടി വരെ അല്ലെങ്കിൽ മുടി മുതൽ അടി വരെ ഫോർ എവറിത്തിങ് ഇറ്റ് ഈസ് ഗുഡ്. നമുക്ക് സാധാരണ ഒമേഗ 3 കിട്ടുന്നത് മീനിലൂടെയാണ്. പക്ഷെ എല്ലാവരും മീനൊന്നും കഴിക്കില്ല. ഇനി മീൻ കഴിക്കുന്നത് എങ്ങനെയാണ്? വറുത്ത് പൊരിച്ചിട്ടാ കഴിക്കുക. ആരും പച്ചയ്ക്ക് മീൻ കഴിക്കാറില്ല. വറക്കുമ്പോൾ ചൂടാക്കുമ്പോൾ ആ ഒമേഗ 3 ഓട്ടോമാറ്റിക്കലി നഷ്ടപ്പെടും. അപ്പൊ അതിന്റെ ഗുളികകളുണ്ട്, മീൻ ഗുളിക എന്ന് പറയാറുണ്ട്. പണ്ട് കാലത്ത് ഗർഭിണികളായ സ്ത്രീകൾക്ക് നാട്ടുമ്പുറത്തെ മിഡ് വൈഫ് കൊണ്ട് കൊടുക്കാറുണ്ട്. സാധാരണ സ്ത്രീകൾ അത് കഴിക്കില്ല, കാരണം അതിനൊരു വൃത്തികെട്ട സ്മെല്ലാണ്. കഴിച്ചതിന് ശേഷം ഒന്ന് തേട്ടി വന്നാൽ ഛർദി കൂടും. പൊതുവെ ഛർദിയാണ്, അപ്പൊ ഒന്നുകൂടി ഛർദി ആരും കഴിക്കില്ല. പക്ഷെ അതിന്റെ പ്രാധാന്യം ഒരിക്കലും ഒരു മിഡ് വൈഫ് പറഞ്ഞു കൊടുക്കാറില്ല. അവർക്ക് അറിയില്ല, കഴിക്കുന്നവനും അറിയില്ല, കൊടുക്കുന്നവനും അറിയില്ല. പക്ഷെ ഇവിടെ നമുക്ക് ആ നോൺ വെജിന്റെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ പ്യുവർലി വെജിറ്റേറിയൻ ആയിട്ടുള്ള ന്യൂട്രിചാർജ് വെജ് ഒമേഗ നമ്മുടെ കയ്യിലുണ്ട്. അതിൽ അകത്തുള്ളതും വെജ്, പുറത്തുള്ളതും വെജ്. അതിന്റെ കവറും പ്യുവർലി വെജിറ്റേറിയൻ ആണ്. ഇത് മുടിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ബ്രെയിൻ സംബന്ധമായ ഡിപ്രഷൻ, അൽഷിമേഴ്സ്, പാർക്കിൻസൺസ് പോലെ പ്രശ്നങ്ങളെ ഒരു പരിധി വരെ ഒഴിവാക്കാൻ ഇത് സഹായിക്കും. ഓർമ്മക്കുറവ്, അതുപോലെ നമ്മുടെ നാട്ടിൽ ധാരാളം ആളുകൾക്കുള്ള പ്രശ്നമാണ്. കണ്ണിന്റെ ആരോഗ്യത്തെ നിലനിർത്താൻ സഹായിക്കും. തൈറോയിഡിന്റെ ഒപ്റ്റിമം ഫംഗ്ഷൻ നിലനിർത്താൻ സഹായിക്കും. ബേസിക് ഒമേഗ 3 ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ സെല്ലുകളുടെ മെമ്പറൈൻ അല്ലെങ്കിൽ കോശ സ്ഥലത്തെ പ്രൊട്ടക്ട് ചെയ്ത് കോശത്തിലേക്ക് വരുന്ന നെഗറ്റീവ് ഇൻപുട്സിനെ മൊത്തം സ്റ്റോപ്പ് ചെയ്യും. വലിയൊരു ബിൽഡിങ്ങിന്റെ മുന്നിൽ സെക്യൂരിറ്റി ഗാർഡ് നിൽക്കാറുണ്ട്. അവിടേക്ക് വരാൻ അർഹതയുള്ളവരെ മാത്രം കടത്തിവിടും, അർഹതയില്ലാത്തവരെ കടത്തിവിടില്ല. ആ ഒരു സെക്യൂരിറ്റി ഗാർഡിന്റെ പണിയാണ് ന്യൂട്രിചാർജ് വെജ് ഒമേഗ ചെയ്യുന്നത്. ആർക്കും കൊടുക്കാം, എനിബഡി. കാരണം പ്രത്യേകിച്ച് ചോദിക്കേണ്ട ഒരു കണ്ടീഷൻ ചോദിക്കേണ്ട, ഇൻക്ലൂഡിങ് കിഡ്നി പേഷ്യൻസ്, അവർക്ക് വരെ നമുക്കത് കൊടുക്കാം. നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. സോ ന്യൂട്രിചാർജ് വെജ് ഒമേഗ മുടിയായി, ബ്രെയിനായി, കണ്ണായി, തൈറോയിഡായി, ഹാർട്ടിനാണ് ഏറ്റവും നല്ല പ്രൊട്ടക്ഷൻ. മസിൽ മസിലിനെ സ്ട്രോങ് ആക്കാൻ, ഹാർട്ടിന്റെ മസിലിനെ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്നതിനാൽ ഹൃദ്രോഗത്തിന്റെ സാധ്യത കുറയ്ക്കുന്നു. അതുപോലെ ലങ്സിന്റെ മസിലിനെ ആക്റ്റീവ് ആക്കുന്നു. അപ്പൊ ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ലത്. ജോയിന്റുകളുടെ ഫ്രീ മൂവ്മെന്റിന് ഏറ്റവും ഗുണം ചെയ്യുന്നത് ഷുഗർ, BP, കൊളസ്ട്രോൾ ഇതിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നത്. 3 തരത്തിലുള്ള ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ ആൻഡ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ് റെഗുലർ ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഗ്ലോ ഉണ്ടാവും, നല്ല തിളക്കം ഉണ്ടാവും, നല്ല ആരോഗ്യമുള്ള ചർമ്മത്തിന് ഇത് ഗുണം ചെയ്യും. ഗർഭകാല സമയത്ത് ഗർഭിണിയായ ഒരു സ്ത്രീക്ക് മിക്കപ്പോഴും തുടക്കത്തിലുണ്ടാകുന്ന ഗർഭകാല ഛർദി, ഇത് റെഗുലർ ആയിട്ട് കഴിക്കുന്ന ഒരു സ്ത്രീക്ക് അങ്ങനെ ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഗർഭകാല ഛർദിക്ക് നല്ലത്. ഇനി അത് ഗർഭമില്ലെങ്കിലും ധാരാളം ആളുകൾ ടൂർ പോകാറുണ്ട്. ടൂർ പോകുമ്പോൾ ഛർദിക്കുന്ന ആളുകൾ റെഗുലർ ആയിട്ട് ഇത് യൂസ് ചെയ്തോളൂ. പതുക്കെ ആ ഛർദിയുടെ ഇന്റൻസിറ്റി കുറഞ്ഞു വരും. പിന്നെ പതുക്കെ അത് ഇല്ലാണ്ടാവും. പല സ്ത്രീകൾക്കും AC വണ്ടിയിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ, എയർ കണ്ടീഷൻ റൂമിൽ വല്ല പ്രോഗ്രാമൊക്കെ അറ്റൻഡ് ചെയ്താൽ ഭയങ്കര തലവേദനയാണ്. 2-3 മാസത്തെ റെഗുലർ ആയിട്ട് കൊടുത്തോളൂ, വണ്ടർഫുൾ ആയുള്ള റിസൾട്ട്. ഇനി നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, നിങ്ങളുടെ മുഖകാന്തി അല്പം വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ, ഇത് നേരിട്ട് ഒരു അല്പം റൈസ് ബ്രാൻ ഓയിലും ഒരു വെജ് ഒമേഗ എടുത്ത് പൊട്ടിച്ച് മുഖത്ത് നേരിട്ട് അപ്ലൈ ചെയ്തു. നമുക്ക് ഇഷ്ടംപോലെ ക്രീമുകളും കാര്യങ്ങളൊക്കെ കീസോൾ സെഗ്മെന്റിലുണ്ട്. ഇത് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാം. എവിടെയെങ്കിലും ഒരു ചൊറിച്ചിൽ വരുന്ന സമയത്ത് നമുക്ക് ഈ എണ്ണ ഇത് നമുക്ക് നേരിട്ട് അല്പം റൈസ് ബ്രാൻ ഓയിൽ ചേർത്ത് അപ്ലൈ ചെയ്യാം. ഈയിടെ ഉണ്ടായ അത്ഭുതകരമായ ഒരു റിസൾട്ട്, ഒരു സ്ത്രീക്ക് വെജൈനൽ ഇൻഫെക്ഷൻ വന്നു, ഭയങ്കര ചൊറിച്ചില്, നമ്മളെ എല്ലാ പ്രൊഡക്റ്റും കൊടുത്ത് മാറിയില്ല. ഫൈനലി ഇതൊന്ന് സജസ്റ്റ് ചെയ്തു. ഒരു വെജ് ഒമേഗ പൊട്ടിച്ച് അവിടെ ആ ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. രാവിലെ അപ്ലൈ ചെയ്തു, ഉച്ചയ്ക്ക് അപ്ലൈ ചെയ്തു, വൈകിട്ട് അപ്ലൈ ചെയ്തു. പിറ്റേന്നതേക്ക് അവരുടെ ചൊറിച്ചിൽ മാറി. ഷീ ഈസ് വെരി വെരി കംഫർട്ടബിൾ. ഇത് മറ്റുള്ളവരോട് പറയാൻ ആളുകളും മടിക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾ മടിക്കും. ആരോടും പറയാണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഇവിടെയൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. അപ്പൊ അത്രമാത്രം ഗുണം നമ്മുടെ ഓരോ പ്രൊഡക്റ്റിനും ഉണ്ടെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. സ്കൈ ഇസ് ദ ലിമിറ്റ്സ്. ആകാശമാണ് അതിർത്തി. എത്രമാത്രം നമുക്ക് ഉയരാൻ പറ്റും. ഈ ലോകത്തിലെ മുഴുവൻ ആളുകളെയും RCM ഗ്ലോബലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോ ഇന്ത്യയിലെ ആളുകൾക്ക് മാത്രമല്ല, ലോകത്തിലെ മുഴുവൻ ആളുകൾക്കും ഈ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കൊണ്ട് ആരോഗ്യപരമായ നേട്ടമുണ്ടാവും. പിന്നീട് അത് സാമ്പത്തികപരമായ നേട്ടത്തിന് സഹായിക്കും. RCMന്റെ ഉൽപ്പന്നങ്ങൾ 5000-ലധികം ഉൽപ്പന്നങ്ങളുണ്ട്. എന്നാൽ ഡേ ടു ഡേ ലൈഫിലുള്ള 400ഓളം ഉൽപ്പന്നങ്ങൾ. ഏത് ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്കും ചെലവ് ചുരുങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യപരമായ ചെലവും സാമ്പത്തികപരമായ ചെലവും ചുരുങ്ങും. ആരോഗ്യം മെച്ചപ്പെടും, ചെലവ് ചുരുങ്ങുന്നു, ആരോഗ്യം മെച്ചപ്പെടുന്നു, ചെറിയ രീതിയിൽ വരുമാനം കിട്ടുന്നു, ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നു. 100% സ്വദേശി. നമ്മുടെ ഈ എല്ലാ ഉൽപ്പന്നങ്ങളും ആസാമിൽ നിന്നുള്ള തേയില, ഗുജറാത്തിലെ ഉപ്പ്, രാജസ്ഥാനിലെ മഞ്ഞൾപ്പൊടി, ഹിമാചൽ പ്രദേശിലെ സോപ്പുകൾ, പഞ്ചാബിലെ തവിടെണ്ണ, ആന്ധ്രാപ്രദേശിലെ കാപ്പിപ്പൊടി, മഹാരാഷ്ട്രയിലെ ന്യൂട്രീഷണൽ സപ്ലിമെന്റ് തുടങ്ങി കേരളത്തിലെ കുത്താമ്പുള്ളി സാരിയും വെളിച്ചെണ്ണ ഉൾപ്പെടെ ഇന്ത്യയിലെ ഏകദേശം 10-22ഓളം സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന വ്യക്തിക്ക് ചെലവ് ചുരുങ്ങും, ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ആരോഗ്യം കിട്ടും,
പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തിക്ക് വരുമാനം കിട്ടും. അത് സീരിയസ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ സാധിച്ചാൽ ഈ വരുമാനത്തെ സമ്പത്തായിട്ട് മാറ്റാൻ പറ്റും. അപ്പോ RCM എന്ന പ്രസ്ഥാനം നമ്മുടെ ലൈഫിൽ തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് വിൽ ഗിവ് യു ഹാപ്പിനെസ്. ഒരുപാട് സന്തോഷങ്ങൾ നൽകാൻ പര്യാപ്തമാണ്. നമുക്ക് സന്തോഷം കിട്ടാൻ പല വഴികളുണ്ട്. രോഗശൈലിയിൽ തളർന്നു കിടക്കുന്ന ഒരാൾക്ക് ആരോഗ്യമാണ് സന്തോഷം നൽകുക. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ചെലവ് ചുരുങ്ങുന്നതും വരുമാനം കിട്ടുന്നതും സന്തോഷം നൽകും. അറിവുകൾ നമുക്ക് സന്തോഷം നൽകും, അംഗീകാരങ്ങൾ നമുക്ക് സന്തോഷം നൽകും, ബന്ധങ്ങൾ നമുക്ക് സന്തോഷം നൽകും, യാത്രകൾ നമുക്ക് സന്തോഷം നൽകും, കൂട്ടായ്മകൾ നമുക്ക് സന്തോഷം നൽകും. നാളെ നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ കുടുംബം സുരക്ഷിതമാണെന്നുള്ള തോന്നലും നമുക്ക് സന്തോഷം നൽകും. ഈ എല്ലാ സന്തോഷങ്ങളും നൽകാൻ പര്യാപ്തമായ ഒരു സംവിധാനത്തിലാണ് കഴിഞ്ഞ 17 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഫോളോ ചെയ്യുന്ന പ്രകൃതി ജീവനമാണ് യോഗ എന്ന് പറഞ്ഞ ഒരു മേഖല. അതിനെ 100% അന്വർത്ഥമാക്കുന്ന RCM എന്ന പ്രസ്ഥാനം. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്നും എല്ലാ കാലത്തും ഈ സന്തോഷം നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ജയ് ഹിന്ദ്, ജയ് RCM.